കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 98ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഉത്സാഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 15ാമത്തെ അധ്യായം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ തുടർമാനമായി പഠിച്ചു വരുന്നു. 15ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് 16ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്നാൽ 15ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ക്രിസ്തീയ ചരിത്രത്തിലെ, അത് തന്നെ ആദിമകാല ക്രിസ്തീയ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്ന ഒരു അധ്യായമാണ് 15ാമത്തെ അധ്യായം. ചില എപ്പിസോഡുകളായിട്ട്, ചില ക്ലാസ്സുകളായിട്ട് നമുക്കത് ചിന്തിച്ച് മനസ്സിലാക്കുവാനിടയായി. അതിലൂടെ ഒത്തിരി ആത്മീക സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സിലാക്കുവാനും ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് റോമൻ സാമ്രാജ്യം മുഴുവനും ഒരു ക്രിസ്തീയ വിശ്വാസം പകരുവാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ആകുവാനായിട്ട് ഇടയായി. അവര് പോളിനെതിരായിട്ട് എക്കാലത്തും തിരിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പാണ്. പോളിന് ഈ ക്രിസ്തീയ വേലയിൽ, സുവിശേഷ വേലയിൽ ഏറ്റവും കൂടുതൽ എതിരിടേണ്ടി വന്നത് അങ്ങനെ ഒരു ക്രിസ്തീയ ഗ്രൂപ്പിനോടായിരുന്നു. പോളിന്റെ അപ്പോസ്തോലത്വത്തിനെ തന്നെ അവർ അംഗീകരിച്ചിരുന്നില്ല. പോളിന്റെ അപ്പോസ്തോലം തെളിയിക്കുവാനായിട്ട് പല സ്ഥലങ്ങളിൽ ലേഖനം എഴുതിയിരിക്കുന്നിടങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനത്തിന്റെ 1ാമത്തെ അധ്യായം മുഴുവൻ എഴുതിയിരിക്കുന്നത് പോൾ ആരാണ്, പോളിന്റെ അപ്പസ്തോലത്വം എവിടുന്ന് ലഭിച്ചതാണ്, ആരാണ് പോളിനെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിഷയമൊക്കെ ക്ലാരിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷിച്ച എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനൊരു വലിയ ശക്തി തനിക്കെതിരായിട്ട് തിരിയുവാനായിട്ട് ഇടയായി. പോളിന്റെ അപ്പസ്തോലത്തെ അവർ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ തനിക്ക് ലഭിച്ചിരിക്കുന്ന മിസ്റ്ററി റെവലേഷൻ, അതിനെക്കാലത്തും അവരെതിരായിരുന്നു. കാര്യം അവർക്കത് മനസ്സിലായിട്ടില്ല. ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി, ഒരു വൈഡ് സ്പ്രെഡ് ക്രിസ്ത്യാനിറ്റി ലോകം മുഴുവനും പരക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള ക്രിസ്ത്യാനികൾക്കും പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയാത്തത്. അതെല്ലാം ബൈബിളിൽ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി അവർക്ക് ആർക്കുമില്ല. ഇന്നത്തെ 99% ക്രിസ്ത്യാനികളുടെയും സ്ഥിതി അതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചോ, പൊളൈൻ റെവലേഷനെ കുറിച്ചോ, പൗലോസ് അപ്പോസ്തലന്റെ വിളിയെക്കുറിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ തന്നിൽ കൂടി കർത്താവ് ആരംഭിച്ചിരിക്കുന്ന ഒരു ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന പദ്ധതിയോ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയെക്കുറിച്ചോ, പൊളൈൻ റെവലേഷൻസിനെ കുറിച്ചോ ഒന്നും അവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ലെന്നല്ല, എന്തൊക്കെയോ അറിയാം, പക്ഷെ വേണ്ടുന്ന രീതിയിൽ അതിനെ അറിയത്തില്ല. ഇതിന്റെ എല്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ എല്ലാം സൂത്രധാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാത്താനാണ്. അത് നമ്മൾ മറന്നു പോകരുത്. കാര്യം സാത്താന് പറ്റിയ ഏറ്റവും ഭയങ്കര ഒരു അബദ്ധം ആണ് ഈ ക്രൂശ് എന്ന് പറയുന്നത്. ക്രൂശ് നടന്നു കഴിഞ്ഞപ്പോഴാണ് സാത്താന് മനസ്സിലാകുന്നത് ഏറ്റവും വലിയ അബദ്ധം, ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഹാഡ് ദേ നോൺ ഇറ്റ് ദേ വുഡ് നോട്ട് ഹാവ് ക്രൂസിഫൈഡ് ദ ലോർഡ് ഓഫ് ഗ്ലോറി. അവരറിഞ്ഞിരുന്നുവെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ സാത്താൻ ഒരു ചെറിയ ക്ലൂ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നുള്ളൊരു സ്വർഗീയ പദ്ധതി ആരംഭിക്കാൻ പോവുകയാണ്. അത് ക്രൂശാണ് അതിന് ആധാരം. ക്രൂശിലൂടെ നടക്കുന്ന ഈ ദിവ്യ ബലിയാണ് അതിന് ആധാരം. അതിലൂടെ ഒഴുകിയിരിക്കുന്ന ആ രക്തത്തിലെ വിശ്വാസത്താൽ ഏത് മനുഷ്യനും, യഹൂദനെന്നല്ല സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിക്കാൻ പോവുകയാണ് എന്നൊരു ക്ലൂ എങ്കിലും സാത്താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് സാത്താൻ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഏറ്റവും തനിക്ക് പറ്റിയിരിക്കുന്ന അബദ്ധത്തെക്കുറിച്ചും അമളിയെക്കുറിച്ചും സാത്താന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പ് സാത്താന് ചെയ്യാൻ പറ്റുന്നത് ഈ ക്രൂശ് മറയ്ക്കുക എന്നുള്ളതാണ്. അതിനെ ഏത് രീതിയിൽ മറയ്ക്കുവാനായിട്ട് കഴിയും? ക്രൂശിലൂടെയുള്ള രക്ഷാ പദ്ധതി മറയ്ക്കുക, ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് മറയ്ക്കുക. ക്രൂശ് കർത്താവ് മരിച്ചു, അങ്ങനെ കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞ ഒരു സംഭവമാണെന്ന് മാത്രം, അതിനെ ഓർത്ത് വിഷമിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയായിട്ട് മാത്രം അതിനെ ഒതുക്കിയിരിക്കുക. എന്നാൽ ക്രൂശിന്റെ മഹത്വം എന്താണെന്ന് യാതൊരു വിധത്തിലും മനുഷ്യൻ മനസ്സിലാക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സാത്താൻ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ അന്ത്യം ഇതുമായിട്ട് കണക്റ്റഡാണ്. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സ്ഥലങ്ങൾ സാത്താനെ എന്നേക്കുമായിട്ട് അവിടെ നിന്നും വെട്ടി നിത്യ നരകാഗ്നിയിലേക്ക്, അഗാധ കൂപത്തിലേക്ക് കളയുവാൻ പോവുകയാണ്.
അവൻ ഏറ്റവും ഭയപ്പെടുന്നത്, ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നതുമല്ല അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. കാര്യം അത് ദൈവത്തിന്റെ അനാദി നിർണയമായിരുന്നുവെങ്കിലും ദൈവം ഒരു മനുഷ്യർക്കും അത് വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സാത്താന് അവന്റെ ആ സ്വർഗീയ സ്ഥലങ്ങൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന, അവന്റെ ആ സ്ഥാനങ്ങൾ നഷ്ടമായി പോകുന്ന അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അവനറിയാം ദൈവം നരകം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു ദിവസം അവനെ എന്നേക്കുമായിട്ട് നരകത്തിൽ കളയുമെന്നറിയാം. എന്നാൽ അവനാൽ ആവോളം അഹോരാത്രം അവൻ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നടപ്പാകാതിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഏദൻ തോട്ടം മുതലേ സംശയമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവൻ അന്നേരമേ അവനെ ഫിക്സ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ സാത്താന്റെ പക്ഷത്താക്കും. ഏതെങ്കിലും ഒരു പ്രയാസം എന്ന് കണ്ടു കഴിഞ്ഞാൽ, അവന്റെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മാസീവ് മാസക്കർ അവിടെ നടത്തും. മുഴുവൻ ആൾക്കാരെയും കൊന്നുകളയും. അതുകൊണ്ടാണ് മോശ ഉണ്ടായപ്പോഴ് 2 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെ മുഴുവനും കൊന്നുകളയാൻ പറഞ്ഞത്. ബൈ ചാൻസ് മിസ്സായി പോകാൻ ഇടയാകല്ല. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിക്കുമ്പോഴും റാമായിൽ വലിയൊരു കരച്ചിൽ കേട്ടു. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുഴുവനും കൊന്നുകളഞ്ഞേക്കാനാ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അത്ര ജാഗരൂകനായിട്ടാണ് അവൻ ഈ വിഷയത്തിലായിരിക്കുന്നത്. യാതൊരു വിധത്തിൽ അവനൊരു മിസ്റ്റേക്ക് ഉണ്ടാകാൻ ഇടയാകല്ല. 1000 വർഷമൊക്കെ കഴിഞ്ഞ ഏകദേശം നോഹയുടെ സമയമൊക്കെ എത്തിയപ്പോഴത്തേന് ഒറ്റ മനുഷ്യനെ ദൈവത്തിന് കിട്ടാൻ യോഗ്യതയായിട്ടുള്ളവരില്ല എന്ന് പറഞ്ഞതുപോലെ മുഴുവനും അവന്റെ അധീനതയിൽ അവൻ കൊണ്ടുവന്നിരിക്കുക. അതുപോലെ അവൻ വളരെ മെറ്റിക്കുലസ് വേയിൽ അതിനെ മാനേജ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ക്രൂശിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറയുന്ന ഒരു ഭയങ്കര പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സാത്താന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, അവനാൽ ആവോളം ഈ ക്രൂശ് മറക്കുക. എന്നാൽ പൗലോസ് എന്ന് പറയുന്ന ഒരു അപ്പോസ്തലനിൽ കൂടി ഇതിനെ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുക. ഇത് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുക, ജനം ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പോളിനെതിരായിട്ട് തിരിയണം. പോള് വെളിച്ചം കാണല്ല. എങ്ങനെയും എത്രയും പെട്ടെന്ന് പോളിനെ കൊന്നുകളയണം. പോളിൽ കൂടെയുള്ള ഈ സുവിശേഷം ജനം അറിയല്ല. ഇതൊക്കെ സാത്താന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയകളാണ്. ഈ ക്രിസ്ത്യാനിറ്റി ഈ മാർഗം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനെ എത്രയും പെട്ടെന്ന് എന്താ പറയുന്നത്, നമ്മൾ പുറകോട്ട് പിടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മുന്നോട്ട് തള്ളുക എന്ന് പറയുമല്ലോ. മൂക്കും കുത്തി വീഴത്തക്ക രീതിയിൽ മുന്നോട്ട് തള്ളിക്കളയും. പുറകോട്ട് പിടിയാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് തള്ളിക്കളയും. പിടിച്ചതിലെ പോയില്ലെങ്കിൽ, അടിച്ചതിലെ പോയില്ലെങ്കിൽ പോയതിലെ അടിക്കുക എന്ന് പറയുന്ന ഒരു രീതി. എന്ന് പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യാനിറ്റിയെ എത്രയും പെട്ടെന്ന് വളർത്താമോ, എവിടെല്ലാം പരക്കാം ആ രീതിയിൽ മുഴുവനും. എന്നാൽ ഈ പരന്നവർക്കൊന്നും പോളിന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ചോ പൗലോസ് അപ്പോസ്തലന് കൂടെ വെളിപ്പെട്ട ഈ സ്വർഗീയ മർമ്മത്തെക്കുറിച്ചോ സ്വർഗത്തിലേക്ക് പോകുന്ന പദ്ധതിയെക്കുറിച്ചോ ഒന്നും വലിയ അറിവില്ല. സ്തേഫാനോസിനെ എറിഞ്ഞു കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ ഹോൾഡ് ചെയ്ത യഹൂദിയ പദ്ധതിയാണ് അവൻ ഈ പരത്തുന്നത്. ആ ഒരു സുവിശേഷം അത് സത്യമാണോ? ഓഫ് കോഴ്സ് അത് സത്യമായിരുന്നു ഒരു സമയം വരെ. എന്നാൽ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു പദ്ധതി ആരംഭിച്ചിരിക്കുക. ആ പുതിയ പദ്ധതി ക്രൂശിന്റെ മാർഗമാണ്. അതിലൂടെ സകല മനുഷ്യർക്കും രക്ഷ ഉണ്ടാകുന്ന പദ്ധതിയാണ്. അത് ജനം അറിയാതിരിക്കാനായിട്ട് അതിനു മുൻപുണ്ടായിരുന്ന പദ്ധതി. ഇതിനെയാണ് ഞാൻ പലപ്പോഴും പറയത്തില്ല, ഈ ജിലേബി തീറ്റിച്ച് കൊല്ലുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പാൽപ്പായസം കുടിപ്പിച്ച് കൊല്ലുക എന്ന് പറയുന്നത്. ആ സംഗതിയാണ് അവൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഒരു വിധത്തിലും സംശയം തോന്നത്തില്ല, തെറ്റാന്ന് പറയാനും പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ച വരെ ചെയ്തിരുന്ന കാര്യമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ ഒരു പദ്ധതി ദൈവം ഹോൾഡ് ചെയ്തിരിക്കുക. കർത്താവ് ലോകത്തിൽ വന്ന് പ്രസംഗിച്ചതും 12 വരെ എടുത്ത് ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്ത് അവരോട് പ്രചരിപ്പിക്കാൻ പറഞ്ഞ കാര്യവുമാണ്. എന്നാൽ ആ സംഗതി ഹോൾഡ് ആയി കഴിഞ്ഞപ്പോഴത്തേന് അതിനുശേഷം ദൈവം സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ആ പദ്ധതിയെ യാതൊരു വിധത്തിലും ഇന്ന് പ്രാബല്യത്തിലിരിക്കുന്ന ആ പദ്ധതി അത് ജനം അറിയല്ല. വിറ്റുപോയ അല്ലെങ്കിൽ എക്സ്പയർ ആയി പോയ അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞു പോയ ടിക്കറ്റ് വിൽക്കുക എന്ന് പറയത്തില്ല. നമ്മൾ ലോട്ടറി ടിക്കറ്റിന്റെ ടൈം കഴിഞ്ഞു പോയ ഡേറ്റ്, അതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞു പോയതാ. അത് കുഴപ്പമൊന്നുമില്ല, സംഗതിയല്ല അതുപോലെ തന്നെയാണ് പ്രിന്റ് ചെയ്തേക്കുന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ നറുക്കെടുപ്പ് കഴിഞ്ഞു പോയി, അത് ഇന്നും വിറ്റ് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? കഴിഞ്ഞ മാസത്തെ ലോട്ടറി എടുത്ത ടിക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു തന്ത്രമാണ് സാത്താൻ ഇവിടെ പ്രയോഗിച്ച്. ഇവിടെ റോമൻ സാമ്രാജ്യം മുഴുവനും വളരെ ശക്തമായിട്ട് അത് പരക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവരെക്കാലത്തും പോളിനെതിരായിരുന്നു. ഇവരാ പറയുന്നത് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാര്, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാര്, ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാര് എന്നൊക്കെ പറയുന്ന തിരിഞ്ഞ ഓരോ പക്ഷം. അന്ന് അവര് വളരെ വടവൃക്ഷം മാതിരി വളർന്നുകൊണ്ടിരിക്കുക. പോളിന് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും എതിർപ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു മാർഗം വളരെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക, അതിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിലാണ് പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയൊക്കെ വരുന്നത്. ഇതിലാണ് നമ്മുടെ സഭാ പിതാക്കന്മാരൊക്കെ വന്നിട്ടുള്ള ഈ ഒരു മാർഗത്തിലാണ്. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു രാജകീയ മതം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസമായിട്ട് മാറി.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലുകള്, എഫസോസ് കൗൺസിലുകള്, അതുപോലുള്ള നിക്കിയ മാതിരിയുള്ള ഭയങ്കര കൗൺസിലുകളൊക്കെ നടത്തി ഇതിനെ അങ്ങ് ഉറപ്പിക്കുക, കോൺക്രീറ്റ് ആയിട്ട് അങ്ങ് ഉറപ്പിക്കുക, അതങ്ങ് ലീഗലായി. ആ ഒരു വിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ വരികയും അത് മുഴുവനും ശക്തമായിട്ട് അങ്ങ് പടരുകയും പരക്കുകയും ചെയ്യുകയാണ്. ഇവര് എക്കാലത്തും പൗലോസിനെതിരായിരുന്നു, പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് എതിരായിരുന്നു. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ പോൾ പറയുന്നുണ്ടല്ലോ, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഈ പറയുന്ന ഈ ഗ്രൂപ്പുകളാണ്. ആ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പോൾ പറഞ്ഞത് ഈ ഗ്രൂപ്പിനെ കുറിച്ചാണ്. പോൾ വഷളായി പോകുമെന്ന് ഭയപ്പെട്ടതിന്റെ 100 ഇരട്ടി വഷളായി പോയിരിക്കുക ഇന്ന്. അങ്ങനെ വഷളായിട്ട് ആ ഒരു വിശ്വാസം ഈ പൊളൈൻ റെവലേഷനെയും പോളിൽ കൂടെ വെളിപ്പെട്ട സത്യത്തെയും വിഴുങ്ങിക്കളഞ്ഞിരിക്കുക. അതിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ഒരു സ്ട്രേഞ്ച് സംഭവം പറയുന്നത് മാതിരി അതിനെ വിഴുങ്ങി ഒതുക്കി കളഞ്ഞിരിക്കുക, അതിനെ ഇല്ലായ്മ ചെയ്തിരിക്കുക. എന്നാൽ പരിശുദ്ധ ആത്മാവിനാൽ ആരംഭിച്ചതും ദൈവം സ്വർഗത്തിൽ നിന്ന് എക്കാലത്തും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിനുവേണ്ടി എക്കാലത്തും ദൈവം ഒരു ശേഷിപ്പിനെ വേർതിരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്കത് പഠിക്കുവാനും മനസ്സിലാകുവാനും ഭാഗ്യം ലഭിച്ചിരിക്കുക. എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ഭാഗ്യം ഓർക്കുമ്പോൾ എനിക്ക് നന്ദി പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു അമൂല്യ നിധിയാണ് ഈ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക എന്നുള്ളത്. നമ്മളെക്കാൾ എത്രയോ പഠിച്ചവർക്ക്, ബൈബിളിൽ PhD എടുത്തിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങൾ അറിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, അനുഗ്രഹീതമായ ഈ ഒരു ഭയങ്കര അനുഭവമാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മളെ വിശ്വസ്തരം നെണ്ണി ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം കൂടാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആവോളം ചെറിയ തോതിലാണെങ്കിലും ഞാൻ ചെയ്തു വരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ സത്യത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇതിൽ നിന്നാണ് ഈ സുറിയാനി, ക്രിസ്ത്യാനി, മലങ്കരയിലെ ക്രിസ്ത്യ സഭകളൊക്കെ കേരളത്തിലും വന്നത്. ആ ഒറിജിനൽ സഭയിൽ നിന്നാണ്. എന്താ പറയുന്ന ആ ഒരു ലോകം മുഴുവനും പടർന്ന, റോമാ സാമ്രാജ്യം മുഴുവനും പടർന്ന ആ ഒരു ക്രിസ്തീയ വിശ്വാസം. ആ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന മറ്റ് ശക്തികളിലാണ് ഈ പേർഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഗ്രീക്ക് ശക്തികളുമൊക്കെ. അവരിലൂടെയൊക്കെയാണ് കേരളത്തിലെ മലയുടെ കരയായ കേരളം, മലങ്കര, അവിടെ ഈ സുവിശേഷം എത്തുന്നതും സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് ആരംഭിച്ചതെന്ന് അവർ പറയുന്നതും ക്ലെയിം ചെയ്യുന്നതുമായിട്ടുള്ള ഈ സുറിയാനി ക്രിസ്ത്യാനിറ്റി ആണ് കേരളത്തിലെത്തിയത്. ഇവിടെ നിന്ന് തോമസ് അപ്പോസ്തലനോ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള മറ്റേതെങ്കിലും അപ്പോസ്തലന്മാരോ വന്നെന്നുള്ളതിന് നമുക്ക് ആധികാരികമായ ഒരു തെളിവുകളുമില്ല. നമ്മുടെ സെന്റിമെന്റ്സുകളും പഴയ കഥകളും ഒക്കെ അല്ലാതെ അതിന് ആധികാരികമായ ഒരു ചരിത്ര രേഖയുമില്ല. ഇനി ഈവൻ അവർ വന്നാൽ കൂടെ അവർ വന്നിരിക്കുന്നത് പൊളൈൻ റെവലേഷൻ അറിയിക്കാനല്ല. കാര്യം അവർക്കും പൊളൈൻ റെവലേഷൻ അറിയത്തില്ല. പൗലോസ് അപ്പോസ്തലൻ കൂടെ വെളിപ്പെട്ട സ്വർഗീയ മർമ്മം പോൾ അല്ലാതെ വേറെ ഒരു മനുഷ്യർക്കും അറിയത്തില്ല എന്നുള്ളൊരു അടിപ്പട സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. അത് സൂര്യന്റെ കീഴിൽ ഭൂമിക്ക് മേലെ മനുഷ്യജാതിയിൽ അത് അറിയാവുന്ന ഒരേ ഒരാൾ പോൾ മാത്രമായിരുന്നു. എന്നാൽ അത് പോളിന് മാത്രം അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവരൂടെ അറിയണം. അങ്ങനെ ലോകത്തെ മുഴുവനും അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവം സഭയിൽ ചില ശുശ്രൂഷകൾ നിയമിച്ചു. അതാണ് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. അതിലെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും കൂടെ ആ വെളിപ്പാടുകൾ ദൈവം കൊടുക്കുവാനായിട്ടിടയായി. അങ്ങനെ അവരിൽ കൂടെയും ആ സ്വർഗീയ മർമ്മം വെളിപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അവരും കൂടെ ചേർന്ന് ഈ സ്വർഗീയ സത്യത്തെ വെളിപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അതായത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പോ ഇത്ര ഒരു വലിയൊരു സത്യമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആ ഉള്ളു തുറന്ന്, അല്ലെങ്കിൽ അതിന്റെ ആ സത്യം തുറന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ 15-ാമത്തെ അധ്യായത്തിലൊന്നും നിങ്ങൾ ഒരിക്കൽ പോലും കാണത്തില്ല. ഏതൊരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും ഇതിങ്ങനാണ് 15-ാമത്തെ അധ്യായത്തിന്റെ വ്യാഖ്യാനം, അല്ലാതെ ഇവിടെ ഇന്നതാണ് നടന്നിരിക്കുന്നതെന്ന് ആരും പറയത്തില്ല, അറിയത്തുമില്ല. കാര്യം നമ്മളെ എല്ലാവരും, നമ്മുടെ ആരുടെ കുഴപ്പമല്ല, നമ്മളൊക്കെ വലിയ ആത്മീയമായിട്ട് വലിയ ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാ. പക്ഷെ നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ തെറ്റായ മാർഗത്തിലാണ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലങ്ങനെ വളരെ ഉത്സാഹിയായിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ ഒരുത്തർക്കും ധൈര്യം പോരാ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോളിന് എത്ര പ്രയാസം ഉണ്ടായോ അതിന്റെ 100 ഇരട്ടി പ്രശ്നം നമുക്കിന്നുണ്ടാകും. അതിന് തയ്യാറായെങ്കിൽ മാത്രമേ ഈ കാര്യം നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോട് നമുക്ക് വ്യാപാരം ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ്
ഗ്രേറ്റ് മിനിസ്ട്രീസിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സുവിശേഷം അറിയിക്കുന്ന പോലെ തന്നെ എൻ്റെ കൂട്ടു സഹോദരൻ എൽദോ വർഗീസ് ബ്രദർ ഇത് ലോകത്തെ അറിയിക്കുവാനായിട്ട് ബന്ധപ്പെടുന്നു. ഞങ്ങൾക്ക് ഓരോ ദിവസവും എന്താ പറയുന്നത്, വാട്സാപ്പിൽ കൂടെയും അതുപോലുള്ള മറ്റ് സോഷ്യൽ മീഡിയകളിൽ കൂടെയൊക്കെ വരുന്ന ഓരോരോ ഓരോരോ വിഷയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആക്ഷേപിക്കുന്നതും നമുക്കെതിരായിട്ട് ചെയ്യുന്നതും ഒക്കെ അതൊക്കെ വളരെ നിസ്സാര കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിലൊക്കെ വലിയ സംഗതികൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലന് എന്ത് ലഭിച്ചോ അതിൽ കൂടുതൽ ഒന്നും ലഭിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആ ഒരു വലിയ ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സത്യത്തെ അനേകരുടെ ഹൃദയങ്ങളിൽ എത്തിക്കുക. അതിന് കർത്താവ് ബൈബിൾ ക്ലാസ്സിലൂടെ അവസരം തരുന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് 16-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അത് അത്ര വലിയൊരു ടഫായിട്ടുള്ള ഒരു അധ്യായമല്ല, ഒത്തിരി വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. എന്നാലും തള്ളിക്കൂടാൻ കഴിയാത്ത ചില കാര്യങ്ങൾ തിമത്തിയോസിനെ ശുശ്രൂഷയിൽ തൻ്റെ കൂടെ ചേരുന്നത് ഈ അധ്യായത്തിലാണ്. മക്കദോനിയ വിളി, ദ കോൾ ഓഫ് മാസിഡോണിയ, മക്കദോനിയ വിളി എന്ന് പറയുന്ന ആ ഒരു വിളി ലഭിക്കുന്നത് ഈ അധ്യായത്തിലാണ്. അവിടെ നിന്നാണ് യൂറോപ്പിലേക്ക് സുവിശേഷം പോളിലൂടെ എത്തുന്നത്. അതുപോലെ തന്നെ ലുദിയ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മാനസാന്തരം ഉണ്ടാകുന്നത് ഈ അധ്യായത്തിലാണ്. ഒരു വെളിച്ചപ്പാടത്തി അവളുടെ മേലുള്ള ഭൂതത്തെ ശാസിച്ചത് കാരണം ഫിലിപ്പിയൻ ജയിലിൽ അകപ്പെടുവാനായിട്ട് പോളിനും ശീലാസിനും ഇടയായി. അവരങ്ങനെ ആമത്തിൽ കിടന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുന്ന ഒരു സംഭവം. ആ ജയിലർ, അത് കാണുന്ന ജയിലർ രക്ഷിക്കപ്പെടുന്നു. ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ആ ജയിലർ അവരുടെ അടുക്കൽ അവരോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി രക്ഷിക്കപ്പെടുന്ന സംഭവം. ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന അധ്യായമാണ് 16-ാമത്തെ അധ്യായം. അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് 16-ാമത്തെ അധ്യായം. കഴിയുമെന്നുണ്ടെങ്കിൽ ഇന്ന് അത് മുഴുവനും ചിന്തിച്ച് തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാലും കർത്താവ് സഹായിക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാം. 15-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ മുതലാണ് സെക്കൻഡ് മിഷണറി ജേർണി ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. 35 മുതൽ 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വരെ പോളിന്റെ സെക്കൻഡ് മിഷണറി ജേർണിയെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മിഷണറി യാത്ര. ഞാൻ ആ മാപ്പ് ഒന്ന് പെട്ടെന്ന് കാണിച്ചിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ ആ മാപ്പ് ഒന്ന് കാണിക്കാം. ഏതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ മിഷണറി ജേർണിയുടെ ഭാഗം എന്നൊന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലൊന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ടും ജിയോഗ്രാഫിക്കലി പറ്റും. ഇവർ തിരിച്ച് അന്ത്യോക്യയിൽ എത്തിയിരിക്കുക, സിറിയയിലെ അന്ത്യോക്യയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് പൗലോസും ശീലാസും കൂടെ ചേർന്നിട്ടാണ് ഈ രണ്ടാമത്തെ മിഷണറി യാത്ര. ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ ലൈനാണ് രണ്ടാമത്തെ മിഷണറി യാത്ര കാണിച്ചിരിക്കുന്നത്. അന്ത്യോക്യയിൽ നിന്ന് ആരംഭിക്കുക. എവിടുത്തെ അന്ത്യോക്യയിൽ നിന്ന്? സിറിയയില്. ഇതെന്താ ജെറുസലേമിൽ നിന്ന് ആരംഭിക്കാത്ത? യെരുസലേമിൽ ക്രിസ്ത്യാനിറ്റി ഇല്ല എൻ്റെ പ്രിയ സഹോദരങ്ങൾ, അവർ യഹൂദന്മാരാ. ഇത് ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതല്ല ക്രിസ്ത്യാനിറ്റി. അത് നിങ്ങൾക്ക് ഇതിനോടകം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാതീയ രാജ്യമാ സിറിയ. അവിടെ നിന്നും അന്ത്യോക്യയിൽ നിന്നും പോൾ ആരംഭിക്കുക. ഇവിടെ നിന്നും പോകുമ്പോൾ ആദ്യം ചെല്ലുന്നത് തർസോസ് ആണ്. തർസോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഇതിനോടകം കിലിക്കിയിലെ തർസോസ് എന്ന് പറയുന്നത് പോൾ ജനിച്ച സ്ഥലമാണ്, പോളിന്റെ ജന്മനാടാണ്. അവിടെ അതുവഴി ഇവിടെ നിന്ന് ഡെർബയിലേക്ക് പോവുകയാണ്. ഡെർബെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവർ വന്നപ്പോൾ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ ബ്ലൂ കളറാണ്. ആദ്യം ഡെർബയിലും പിന്നെ തർസോസ്, ഈ ഒരു റൂട്ടിലൂടെ വന്നിരുന്നത്. ഇപ്പൊ തിരിച്ച് ഈ ലൂസ്ട്ര ഡെർബ എന്ന അവിടെ എഴുതിയിരുന്നത്. ഈ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഡെർബ ലൂസ്ട്ര എന്ന, അതായത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു റൂട്ടിലാണ് ഇപ്പൊ വരുന്നത്. നേരത്തെ ഇവിടുന്നാണ് വന്നുകൊണ്ടിരുന്നത്, എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടാമത്തെ യാത്രയിൽ തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡെർബയിലെത്തി. ഡെർബയിൽ നിന്നും നേരെ ലിസ്ട്ര എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ലൂസ്ട്രയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും അന്ത്യോക്യ, ഇവിടുത്തെ അന്ത്യോക്യയിലെത്തി. ഈ അന്ത്യോക്യാണ് ടർക്കിയിലെ അന്ത്യോക്യ എന്ന് പറയുന്നത്. ഈ അന്ത്യോക്യ ടർക്കി കണ്ടില്ലേ, ടർക്കിയുടെ ഒരു പ്രധാന സ്ഥലങ്ങളൊന്നാണ് ഈ ഗലാത്തിയ. ഇതാണ് ഗലാത്തിയ. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് കപ്പദോക്യ എന്ന് പറയുന്നത്. ഇത് ഗലാത്തിയ. ഈ മേലെ പർപ്പിൾ കളറിൽ കാണുന്ന ബിദുന്യ, പൊന്തോസ് എന്നൊക്കെ പറയുന്നത്. ബിദുന്യ, പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയിരിക്കുന്ന ഈ ബിദുന്യ, പൊന്തോസ് ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഇതാണ് ആസിയ എന്ന് പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ വന്നിരുന്നത് ഇവിടാണ്. അപ്പൊ പൗലോസിന്റെയും ശീലാസിന്റെയും പ്ലാൻ ആക്ച്വലി ഈ അന്ത്യോക്യയിൽ വന്നിട്ട് അന്ത്യോക്യയിൽ നിന്ന് നേരെ ഇതുവഴി ഫ്രിങ്കിയ, ഈ ഒരു റൂട്ട് വഴി ശരിക്കും എഫെസോസിൽ എത്തുക എന്നുള്ളതായിരുന്നു. അത് പരിശുദ്ധാത്മാവിന് മനസ്സിലായതുകൊണ്ടും പരിശുദ്ധാത്മാവിന് അറിയാവുന്നതുകൊണ്ടും പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. അവിടെ നിന്നും ഈ ആസിയയിൽ സുവിശേഷം അറിയിക്കണ്ട, അവിടെ കയറണ്ട എന്ന് പറഞ്ഞുകൊണ്ട്
ആസിക്ക് വെളിയിൽ കൂടെ പോയി, ഇങ്ങനെ വെളിയിൽ കൂടെ പോയി പൊന്തോസിന്റെ വഴി വെളിയിൽ കൂടെ വന്ന് ഇവിടെ അതിന് വെളിയിൽ കൂടെ വന്ന് ഇവിടെ ത്രോവാസിലെത്തി. ഇതാണ് ത്രോവാസ് എന്ന് പറയുന്നത്, കണ്ടില്ലേ ത്രോവാസ്. ഇത് അലക്സാണ്ട്രിയ ത്രോവാസ് എന്ന് പറയും. അലക്സാണ്ടർ ചക്രവർത്തി പണിത ഒരു പട്ടണമാണ്, അതിന് അലക്സാണ്ടർ ത്രോവാസ് എന്നാ പറയുന്നത്. ത്രോവാസിലെത്തി. ഇവരിവിടെ രാത്രിയിൽ ആ ത്രോവാസിൽ താമസിക്കുമ്പോഴാണ് ഒരു പുരുഷൻ വന്നിട്ട് അവരോട് നിങ്ങൾ യൂറോപ്പിലേക്ക് വരാനും ഞങ്ങളോട് മക്കതോനിയയിൽ സുവിശേഷം അറിയിക്കാനും പറയുന്നത്. മക്കതോനിയ എന്ന് പറയുന്നത് ഗ്രീസ് ആണ്. ഇത് കണ്ടില്ലേ ഗ്രീസ് ആണ്. ഇതിന്റെ ആ മേലത്തെ ഗ്രീസ്, നോർത്തേൺ ഗ്രീസിനെയാണ് മക്കതോനിയ അല്ലെങ്കിൽ മാസിഡോണിയ എന്ന് പറയുന്നത്. മാസിഡോണിയ. അപ്പൊ അവിടേക്ക് വരാനായിട്ട് ഒരു 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 രാത്രിയിൽ ഒരു സ്വപ്നം കാണുക. ഇതിനെയാണ് മക്കതോനിയ വിളി എന്ന് പറയുന്നത്. പിറ്റേ ദിവസം പോളും ശീലാസും തിമത്തിയോസും കൂടെ ചേർന്നിട്ടുണ്ട്. ഇസ്രായേൽ എത്തിയപ്പോൾ തിമത്തിയോസും ചേർന്നിട്ടുണ്ട്. അവർ 3 പേരും കൂടെ ഇവിടെ നിന്നും സുമത്രക്ക എന്ന് പറയുന്ന സ്ഥലം, സുമത്രക്കയിൽ നിന്ന് നിയോപൊലീസ്, അതാണ് നവപൊലി എന്ന് മലയാളത്തിൽ പറയും, നിയോപൊലീസിലെത്തും. നിയോപൊലീസിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെയാണ് ഫിലിപ്പി എന്ന് പറയുന്ന പട്ടണം. ഈ ഫിലിപ്പി എന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് തുടർന്ന് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന്റെ ക്യാപിറ്റലാണ് ഈ അംബിപൊലീസ് എന്ന് പറയുന്നത്. അംബിപൊലീസ് ഈ സ്ഥലം. അത് കഴിഞ്ഞ് അപ്പല്ലോനിയ ഈ അടുത്ത സ്ഥലം. അത് കഴിഞ്ഞാൽ തെസലോനിക്ക കഴിഞ്ഞാൽ ബെറോവയിൽ നിന്നും അവർ നേരെ യാത്ര തിരിച്ച് ഈ കടൽ തീരത്തോടെയാണ് നേരെ യാത്ര തിരിച്ച് ഈ സൗത്തേൺ ഗ്രീസിലെത്തുകയാണ്. ഗ്രീസിന്റെ സതേൺ ഗ്രീസ്, അതിനെ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് അതിനെ അഖായ എന്നാ പറയുന്നത്. അഖായ. ഈ അഖായ പ്രദേശത്തിലെ മെയിൻ 2 പട്ടണങ്ങളാണ് ഏഥൻസും കൊരിന്തും. അവിടെ ഏഥൻസിൽ എത്തിച്ചേരുന്നു. അന്ന് രാത്രിയിൽ ഏഥൻസിൽ എത്തിച്ചേരുന്നു. പിന്നെ അവിടെ നിന്നും അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം കൊരിന്തിലേക്ക് വരുന്നു. ഇതാണ് കെങ്ക്രയ. റോമാലേഖനമൊക്കെ എഴുതിയത് കെങ്ക്രയയിൽ ഇരുന്നുകൊണ്ടാണ്. ഇവിടെ നിന്നും കൊരിന്തിൽ നിന്നും കെങ്ക്രയയിൽ നിന്ന് നേരെ കടൽ മാർഗം എഫെസോസിൽ തിരിച്ചെത്തുന്നു. ഏകദേശം ഒരു 2.5 വർഷത്തിന് ശേഷം ആ എഫെസോസിൽ നിന്നും വീണ്ടും മടങ്ങി ഇവിടെ ആന്റിപത്രീസിൽ എത്തുന്നു. എരുസലേമിൽ, ഇസ്രായേലിൽ ആന്റിപത്രീസ്. അവിടെ നിന്നും എരുസലേമിലേക്ക് വരുന്നു. ശിഷ്യന്മാരെ കാണുന്നു. അവർക്ക് വേണ്ടി ശേഖരിച്ച കാശും ഭണ്ഡാരവും ഒക്കെ അവിടെ കൊടുക്കുന്നു. അതിനുശേഷം ദമസ്കോസിലെത്തുന്നു. ദമസ്കോസിൽ നിന്നും മടങ്ങി സിറിയയിൽ തിരിച്ച് അന്ത്യോക്യയിലെത്തുന്നു. ഇതാണ് 2ാമത്തെ മിഷണറി യാത്ര. ഈ മിഷണറി യാത്രയെ കുറിച്ചാണ് 16-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കണ്ടില്ലേ, മുഴുവനും ഇവിടെ എരുസലേമിലായാലും സുവിശേഷിക്കുന്നുണ്ടോ? ഇസ്രായേലില് എന്തെങ്കിലും സുവിശേഷം പറയാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ? ഇത് മുഴുവനും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലാണ്. അന്നത്തെ ലോകം അറിയപ്പെടുന്ന പ്രധാന സ്ഥലങ്ങളിലേക്കാണ് പോൾ പോയിരിക്കുന്നത്. ഇതാണ് പോളിന്റെ 2ാമത്തെ മിഷണറി യാത്ര എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ഏകദേശ ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 16-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. 16-ാമത്തെ അധ്യായം 1-ാം വാക്യം. അവൻ ദർബയിലും ലൂസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലൂസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവൻ ആയിരുന്നു. 3-ാമത്തെ വാക്യം. അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഇതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ ദർബയിലും ലൂസ്ത്രയിലും. 1-ാമത്തെ മിഷണറി യാത്രയിൽ നമ്മൾ കണ്ടത് ലൂസ്ത്രയിലും ദർബയിലും എന്നാ. ഇപ്പൊ തിരിച്ച് അങ്ങേ ഡയറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ദർബയിലും ലൂസ്ത്രയിലും എന്ന് തിരിഞ്ഞു വന്നത്. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. ഇവിടെ പറയുന്നത് തിമത്തിയോസിനെ കുറിച്ചാണ്. പോളിന്റെ മിഷണറി യാത്രയിൽ കിലിക്കിയ തന്റെ തർസോസ് എന്ന സ്ഥലം വന്നു. ആ തർസോസിൽ നിന്നും അടുത്ത സ്ഥലത്തേക്ക് കയറി. അവിടെ വന്നപ്പോൾ ലീസ്ട്രയാണ്. അവിടെ വന്നപ്പോൾ തിമത്തിയോസിനെ തന്റെ കൂടെ ചേർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ നമുക്കിത് ഈ അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. ഈ തിമത്തിയോസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ചേർക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ മറ്റുള്ളവരില്ലാഞ്ഞിട്ടല്ല. അവിടെ മാർക്കോസിനെ തന്റെ കൂടെ ചേർക്കണ്ട എന്ന് പറഞ്ഞ് ബർന്നബാസുമായിട്ട് തന്നെ വലിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായി. ബർന്നബാസ് വിട്ടിട്ട് പോയി. ബർന്നബാസ് വേറൊരു റൂട്ടിൽ കൂടെ കുപ്രോസിലേക്ക് പോയി മിഷണറി യാത്രയായിട്ട്. അങ്ങനെ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ് പോള്. തൻ്റെ കൂടെ ആര് വരണം, ആരെ ചേർക്കണം, എങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകണം എന്നുള്ളതിൽ വളരെ പെർട്ടിക്കുലർ ആണ് പോൾ. എന്നിട്ടൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തിമത്തിയോസിനെ തൻ്റെ കൂടെ ചേർക്കുക. 20 വയസ്സ് പോലും തിമത്തിയോസിനെ തികഞ്ഞിട്ടുണ്ട്. ഒരു ടീനേജറാണ് തിമത്തിയോസ്. എന്തുകൊണ്ടാ ചേർത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ കത്തിയിരിക്കുന്ന ഒരു ആത്മീക തീയുണ്ട്. അത് പൗലോസിന് മനസ്സിലായതുകൊണ്ടാണ് പൗലോസിന്റെ കൂടെ ചേർത്തിരിക്കുന്നത്. തൻ്റെ കൂടെ മുഴുവൻ സമയവും ഏറ്റവും വിശ്വസ്തനായിട്ടുണ്ടായിരുന്ന
ശിഷ്യനായിരുന്നു തിമത്തിയോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവസാനം തന്റെ കഴുത്ത് വെട്ടി തന്നെ കൊന്നുകളയുവാനായിട്ട്, എക്സിക്യൂട്ട് ചെയ്യുവാനായിട്ട് റോമൻ ചക്രവർത്തി ഓർഡർ ഇടുമ്പോഴും ആ കുലമരത്തെങ്കിലേക്ക് നടക്കുന്നപ്പോൾ തന്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്നതിൽ ഒരാളായിരുന്നു തിമത്തിയോസ് എന്ന് തിയോളജിയൻസ്, വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ലൂക്കോസും തീമോത്തിയോസുമാണ് തന്റെ കൂടെ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് വിശ്വസ്തനായിട്ട് തന്നോടൊപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന പോൾ എന്ത് ചിന്തിക്കുന്നു അതേ ലൈനിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന, ഒട്ടും വേറൊരു താല്പര്യമില്ലാതെ, യാതൊരു വിധമായ ഹിഡൻ അജണ്ടകളുമില്ലാതെ, പൗലോസിന്റെ മനസ്സിലെ ആഗ്രഹം എന്താണോ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണോ, അതേ ഉത്തരവാദിത്വം ഷെയർ ചെയ്ത് തിമത്തിയോസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു മിഷണറി ആയിരുന്നു, അല്ലെങ്കിൽ പോളിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിശ്വസ്ത സഹോദരൻ, കൂട്ടുദാസ് സഹോദരനായിരുന്നു തിമത്തിയോസ് എന്ന് വേണമെങ്കിൽ പറയാം. 1 തിമത്തിയോസ് 1:2 പോള് പറയുന്നത് വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്തിയോസിനെ എഴുതുന്നത്. അതായത് അവനെ ജനിപ്പിക്കുന്നത് തിമത്തിയോസിനെ ജനിപ്പിക്കുന്നത് പോളാണ്. എങ്ങനെ ജനിപ്പിച്ചതെന്ന് പറയുന്നത്, പോളിന്റെ ആ വിശ്വാസം, പോളിൽ കൂടി അറിയിക്കുന്ന ആ സുവിശേഷം, പോളിന്റെ ഉള്ളിൽ കത്തുന്ന തീ, പോളിന്റെ കണ്ണിൽ കൂടെ ജ്വലിക്കുന്ന തീ ജ്വാല, അതായത് ഈ സത്യം പറയുവാനായിട്ട്, എത്തിക്കുവാനായിട്ട് താൻ കഷ്ടപ്പെടുന്ന, തന്നിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തികൾ, അത് കൂടെ നടന്ന് കണ്ടതാണ് തിമത്തിയോസ്. ആ സത്യം പറഞ്ഞതിന് തന്നെ എറിഞ്ഞു കൊല്ലുന്നത് തിമത്തിയോസ് കണ്ടതാണ്. ലൂസ്ത്രയിലെ തന്റെ ശുശ്രൂഷയിൽ ചില മാസങ്ങൾ തന്നോടൊപ്പം താൻ ആയിരുന്നതാണ്. അതുകൊണ്ട് പോളിൽ പകർന്നിരിക്കുന്ന ദൈവിക ശക്തി എന്താണെന്ന് ശരിക്കും വാസ്തവമായിട്ട് മനസ്സിലാക്കിയ ഒരു സഹോദരനാണ് ഈ തിമത്തിയോസ്. അതുകൊണ്ടാണ് പോൾ പറഞ്ഞത് വിശ്വാസത്താൽ നിജപുത്രനായ തിമത്തിയോസിന് എഴുതുന്നത്. അവന്റെ അപ്പൻ ഒരു ഗ്രീക്കുകാരനായിരുന്നു, അമ്മ യഹൂദ സ്ത്രീ ആണെങ്കിലും അപ്പൻ ഗ്രീക്കുകാരനാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു മിക്സഡ് കൾച്ചറിലാ തിമത്തിയോസ് വളർന്നത്. അമ്മ വീട്ടിലിരുന്ന് തോറ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ തനാക്ക് വായിക്കുമ്പോൾ, അങ്ങേപ്പുറത്ത് മറ്റത് ഗ്രീക്കുകാരനാ. പുള്ളിയുടെ രീതിയിലുള്ള ഡയാനായെയും അർത്തമീസ് ദേവിയും ഒക്കെ ആരാധിക്കുന്ന വേറൊരു ഭാഗമാണ് അങ്ങേപ്പുറത്ത് ആ വീട്ടിൽ കാണുന്നത്. അങ്ങനത്തെ ഒരു മിക്സ് കൾച്ചറിൽ വളർന്ന ആളാണ് തിമത്തിയോസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും തന്റെ അമ്മയും തന്റെ വലിയമ്മച്ചയും ഒക്കെ ചേർന്ന് തിമത്തിയോസിനെ വചനത്തിൽ ഉറപ്പുള്ളവനായിട്ടാണ് വളർത്തിക്കൊണ്ട് വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പോൾ തന്നെ ആ ഭാഗങ്ങളൊക്കെ പറയുന്ന 1-2 റെഫറൻസുകളുണ്ട്. ഞാൻ ഒരു വാക്യം മാത്രം ഒന്ന് കാണിക്കാം. അവിടെ പറയുന്നത് തിമത്തിയോസ് 1:2 1:5 1-ാം അധ്യായം, 2 തിമത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. അവിടെ പറയുന്നത് കണ്ടില്ലയോ? സോറി, ഞാൻ അത് പ്രൊജക്ട് ചെയ്തില്ല. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ ഒരു വലിയ വിശ്വാസം, അവർ യഹൂദ സ്ത്രീകളാണ്. എന്നാൽ ഒരു ഗ്രീക്കുകാരനെ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ യഹൂദ സ്ത്രീയും ഗ്രീക്കുകാരനുമായിട്ട് വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ യഹൂദിയ പാരമ്പര്യം പിൻചെല്ലണമെന്നാണ് അവിടുത്തെ ഒരു രീതി. എന്നിരുന്നാലും ആ ഒരു ഭാഗം അവർ പിൻചെന്നിട്ടില്ല. തന്നെ അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം തിമത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിച്ചിട്ടില്ല. ബൈ റൈറ്റ് അദ്ദേഹത്തെ തിമത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കേണ്ടതായിരുന്നു. ഫോർ സം റീസൺ താൻ പരിച്ഛേദന കഴിച്ചിട്ടില്ല. അമ്മയുടെ വിശ്വാസമാണ് പിൻചെല്ലേണ്ടിയിരുന്നുവെങ്കിലും അങ്ങനെ പോലും തനിക്ക് അതിനൊരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അപ്പം തികച്ചും 2 കൾച്ചറിൽ വളർന്നു വന്ന ഒരാളായിരുന്നു തിമത്തിയോസ്. എന്നാൽ ആ തിമത്തിയോസിനെ ദൈവം ശക്തമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ കണ്ടില്ലയോ, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും പോള് പറയുക, എന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുക, എന്റെ ഉപദേശം നിനക്കറിയാം, നടപ്പ്, എന്റെ ഉദ്ദേശം, എന്റെ വിശ്വാസം, എന്റെ ദീർഘക്ഷമ, എനിക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം, ഞാൻ കാണിക്കുന്ന സഹിഷ്ണുത എന്നിവയും നിനക്ക് എന്നെ കുറിച്ച് എന്റെ നല്ല വശങ്ങൾ അറിയാം. അടുത്തത്, അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലൂസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവം, കഷ്ടാനുഭവം അത് കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. മനസ്സിലായോ? ഇതെല്ലാം ശരിക്കും കണ്ടിട്ടുള്ള ഒരു ഒരു ദൃക്സാക്ഷി, കൂടെ നടന്ന ഒരു ദൃക്സാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കണ്ടറിഞ്ഞവനായതുകൊണ്ട് പോളിന്റെ കൂടെ വളരെ ശക്തമായിട്ട് ഈ ശുശ്രൂഷയിൽ നിൽക്കുവാൻ ദൈവം തിമത്തിയോസിനെ സഹായിച്ചു. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പഠിച്ചപ്പോൾ, പ്രവൃത്തി 14-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടിരുന്നു, പ്രവൃത്തിയുടെ പുസ്തകം, അവരെ അപമാനിക്കുവാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളും കൂടി ഒരു ആക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ചു. ലൂസ്ത്ര, ദർബ എന്ന ലുക്കവന്യ പട്ടണങ്ങളിലേക്ക്, ചുറ്റുമുള്ള ദേശത്തേക്കും ഓടിപ്പോയി എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ ലൂസ്ത്രയിൽ അങ്ങനെയാണ് പോൾ എത്തുന്നത്.
അവിടെ വെച്ചാണ് തിമത്തിയുമായിട്ട് പരിചയപ്പെടുന്നത്. എന്നാൽ അതിനുശേഷമുള്ള തന്റെ ശുശ്രൂഷയിൽ വളരെ ദീർഘകാലം തിമത്തി പൗലോസിനോടൊപ്പം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോഴും പോള് തിമത്തിയോസിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. തുല്യചിത്തൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ എന്താഗ്രഹിക്കുന്നു അത് അതുപോലെ നിങ്ങളിൽ എത്തിക്കുവാനായിട്ട് എനിക്ക് തുല്യചിത്തൻ. ഞാൻ എന്താഗ്രഹിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു അതുപോലെ. യേശു ക്രിസ്തുവിന്റെ കാര്യമല്ലാതെ സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. അത്ര അത്ര ഉത്തരവാദിത്തത്തോടുകൂടി പോളിനോട് കൂടി ശുശ്രൂഷിച്ച ഒരു ശുശ്രൂഷകനായിരുന്നു തിമത്തിയോസ് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഇതെല്ലാം എടുത്ത് കാണിക്കുന്നത്. ആ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തം നോക്കിയേ. നമ്മൾ പറയും അത് നമ്മളെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല. ആരെങ്കിലും വന്ന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ തലയിൽ കൈവെക്കുമ്പോഴോ പ്രാർത്ഥിച്ച് അതിനു വേണ്ടിയിട്ട് നമ്മളെ വേർതിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഈ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാം എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ഇവിടെ നോക്കിയാൽ ഒരു തലയിലും കൈവച്ചിട്ടില്ല, ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടില്ല. പോൾ അതുവഴി തിരിച്ചു വരുമോ എന്ന് പോലും തിമത്തിയോസിന് അറിയത്തില്ല. എന്നാൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വളരെ ശുഷ്കാന്തിയോട് താൻ ലൂസ്ത്രയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെയാണ് ഇക്കോനിയ എന്ന് പറയുന്നത്. ആ ഇക്കോനിയയിലുള്ള ആൾക്കാർക്ക് വരെ തിമത്തിയോസിനെ കുറിച്ച് നല്ല സാക്ഷ്യം കൊണ്ടുവരുന്ന നമ്മൾ ഈ വായിച്ചു തുടങ്ങിയത്. മനസ്സിലായോ? ഒരു 20 കിലോമീറ്റർ ദൂരെ വരെ തിമത്തിയോസിനെ അറിയാം. അത്രയ്ക്ക് കത്തുക. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാറ് കിട്ടും, വീട് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല തിമോത്തിയോസ് ഈ കത്തുന്നത്. പൗലോസിന് എന്താ കിട്ടിയെന്ന് താൻ കണ്ടതാ. എറിഞ്ഞ് കൊല്ലുന്നത് തന്റെ കൺമുന്നിൽ കണ്ടതാ. ഏറ് കൊണ്ടിട്ട് മരിച്ചു പോയെന്ന് കരുതി കല്ലിന്റെ കൂനയിൽ കളഞ്ഞിട്ട് പോയതാ. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇതെല്ലാം തിമോത്തിയോസ് കണ്ടിട്ടുള്ളതാ. അത് കണ്ടിട്ടും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവവചനമായതുകൊണ്ട്. അല്ലാതെ ഈ ലോകത്തിലെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രത്യാശയോടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള നമുക്ക് ഈ കാലങ്ങളിൽ കാണുന്ന ഓഫറുകൾ മാതിരി സൈക്കിൾ കൊണ്ട് വന്നിട്ട് കാർ കൊണ്ട് പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഓഫർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൂടിയതല്ല പൗലോസിന്റെ കൂടെ. ആ ശക്തമായ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തിന്റെ ശുശ്രൂഷകനായിട്ട് താൻ നിൽക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇവിടെ തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം പൗലോസ് ഏൽപ്പിക്കുന്നത്, അതിനുശേഷം എന്താ പറയുന്നത്, ആ ഒരു മാൻഡിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്റൺ കൈമാറുക. പോളിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു തിമോത്തിയോസ് എന്ന് പറയുന്നത്. അനേകർ പോളിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും പോളിനെ പോലെ അടുത്തത് ആര് എന്ന് പറയുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു തിമോത്തിയോസ് എന്നുള്ളത്. ആ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് കൈമാറുന്നത് തിമോത്തിയോസിനാണ് എന്ന് വേണമെങ്കിൽ പറയാം. തനിക്ക് ലേഖനം എഴുതിയപ്പോഴാണ് പറയുന്നത് 2 തിമോത്തിയോസ് 2:15. നമുക്കറിയാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റൈറ്റ് ഡിവിഷന്റെ വാക്യം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്നൊക്കെ തന്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് പോള് വളരെ വ്യക്തമായിട്ട് തിമോത്തിയോസിനെ പേഴ്സണലായിട്ട് ഉപദേശിക്കുന്ന ഭാഗത്താണ് ഇത് പറയുന്നത്. സ്റ്റഡി ടു ഷോ തൈസെൽഫ് അപ്രൂവ്ഡ് അണ്ടു ഗോഡ്. കണ്ടില്ലയോ, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നും അല്ല മലയാളത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും വലിയ തിരക്കേടില്ല, കാര്യങ്ങൾ മനസ്സിലാകും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് സ്റ്റഡി ടു ഷോ തൈസെൽഫ് അപ്രൂവ്ഡ് അണ്ടു ഗോഡ്, എ വർക്ക്മാൻ ദാറ്റ് നീഡeth not to be ashamed, rightly dividing the word of truth എന്ന് എഴുതിയിരിക്കുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ മലയാളത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എനിവേ, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പൗലോസിന്റെ കൂടെ അത്ര ഉത്തരവാദിത്വത്തോട് നിന്ന ഒരു സത്യ സുവിശേഷകൻ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറപടിയായി നിവർത്തിച്ച ഒരു സുവിശേഷകനായിരുന്നു എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ ഓർപ്പിച്ചത്. ഇവിടെ നമ്മൾ ഒരു കാര്യം നോക്കണം. ഇവിടെ 16-ാം അധ്യായത്തിൽ തിമോത്തിയെ പൗലോസ് അപ്പോസ്തലൻ പരിച്ഛേദന കഴിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പരിച്ഛേദന കഴിപ്പിക്കുന്നു. എന്തിനാ പരിച്ഛേദന കഴിപ്പിക്കുന്നത്? 15-ാം അധ്യായം നമ്മൾ എന്താ പഠിച്ചത്? ഈ 15-ാം അധ്യായത്തിലെ ആർഗ്യുമെന്റ് മുഴുവൻ എന്തായിരുന്നു? എന്തിനു വേണ്ടിയിട്ടാണ് പോൾ വള്ളം കയറി ഇവിടെ വന്നിട്ട് ഈ വലിയൊരു ജെറുസലേം കൗൺസിലൊക്കെ കൂടിയത്? പരിച്ഛേദന വേണ്ട എന്ന് പറയാൻ, പരിച്ഛേദനയ്ക്ക് എതിരായിട്ട് വാദിക്കാനാ. പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം, അത് വേണ്ട എന്ന് പറയാനാ. എന്നാൽ 16-ാം അധ്യായത്തിൽ നമ്മൾ എന്താ ഇപ്പൊ വായിച്ചത്? ഞാൻ ഒന്നുകൂടെ കാണിക്കാം. 16-ാമത്തെ അധ്യായം അവിടെ വായിക്കുന്നത് കണ്ടില്ലേ? അവൻ യവനനായിരുന്നു എന്ന് പേരുള്ള ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അതിന്റെ 3-ാമത്തെ വാക്യം,
അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ പരിച്ഛേദന വേണ്ട എന്ന് പറഞ്ഞിട്ട് 16-ാമത്തെ അധ്യായത്തിൽ പോൾ ഇവിടെ പരിച്ഛേദന കഴിപ്പിക്കുക. എന്തിനാ ഈ പരിച്ഛേദന കഴിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദന്മാരെ രക്ഷിക്കുവാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഈ തിമത്തിയോസിനെ അവരുടെ മധ്യത്തിൽ ഉപയോഗിക്കണം. തന്റെ അമ്മ യഹൂദ സ്ത്രീ ആയിരുന്നുകൊണ്ട് താൻ ഒരു ഹാഫ് ജീവ. പക്ഷെന്നുണ്ടെങ്കിൽ തന്നെ ഈ യെരുശലേം ദേവാലയത്തിലോ യഹൂദിയ സിനഗോഗുകളിലോ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പരിച്ഛേദന കഴിപ്പിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ട് യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ, അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. യഹൂദന്മാരെ വിചാരിച്ച്, കാര്യം യഹൂദന്മാർക്ക് എല്ലാവരും അറിയാം ഇവൻ പരിച്ഛേദന ഏറ്റിട്ടുള്ളവനല്ല. അതുകൊണ്ട് അവൻ അവരെ യഹൂദ വിശ്വാസമോ യേശു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവരുടെ ടെറിട്ടറിയിൽ അവനെ അടുപ്പിക്കത്തില്ല അവർ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെ പരിച്ഛേദന കഴിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് പരിച്ഛേദനയ്ക്ക് അവര് കഴിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന മറ്റനേക റിച്വൽസ് ഉണ്ട്. ഇതെല്ലാം എന്തിനാ പോൾ അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യഹൂദ മര്യാദയാ, യഹൂദ റിച്വലാ, ജൂയിഷ് റിച്വൽ. അത് ചെയ്തത് അവരുടെ ഇടയിൽ ഒരു ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ടാ, അവരോട് ഈ സുവിശേഷം പറയാൻ വേണ്ടിയിട്ടാ. എന്നാൽ അതുപോലെ നമ്മുടെ ഇടയിൽ അനേക റിച്വൽസ് ഇതുപോലെ ഉണ്ട്. അതിലെ ചില റിച്വൽസ് ആണ് ക്രിസ്ത്യാനിറ്റിയിൽ വന്നു ചേർന്നിരിക്കുന്നതാണ് ഈ ജലസ്നാനം, മാമോദീസ, കുരിശുവന്ദന, കൊന്ത, കുർബാന, ശബത്ത്, സ്പെഷ്യൽ ഡേയ്സ്, സേക്രഡ് ഡേയ്സ്. ഇതെല്ലാം ഇതുപോലെ വന്നു ചേർന്നിരിക്കുന്ന ഓരോരോ റിച്വൽസ്. ഇതൊന്നും നമ്മുടെ രക്ഷയ്ക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം ഒരു കാലത്ത് ബൈബിളിൽ പറഞ്ഞിരുന്നതാണെങ്കിലും ഇന്ന് നമ്മുടെ രക്ഷയ്ക്ക് ഇതിലൊന്നും ബാധകമല്ല. പോൾ പറയുന്ന കേട്ടില്ല, ന്യായപ്രമാണത്താൽ ഒരു ജഡവും അവന്റെ സന്നദ്ധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. പരിച്ഛേദന കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുക. എന്നാൽ നമ്മുടെ ഇടയിൽ ദശാംശം അത് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ 10 കൽപ്പന, അതുപോലെ പൗരോഹിത്യം, ഇതൊക്കെ ക്രിസ്ത്യാനിറ്റിയിൽ കൊടി കുത്തി വാഴുകയാണ്. ഇതൊക്കെ വേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്ത് വേണമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. ക്രിസ്ത്യാനിറ്റി എന്ന വിശ്വാസത്തിൽ ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ടൈത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ടൈത്തിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ദശാംശത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൽ പറയുന്നുണ്ടല്ലോ, ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ടോ, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങളുടെ ദശാംശം എനിക്ക് കൊണ്ടുവരുന്നില്ല, നിങ്ങളുടെ വഴിപാട് എനിക്ക് അർപ്പിക്കുന്നില്ല. ദൈവം പറയുക, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾ അത് അനുസരിക്കാതെ പോയിരിക്കുന്നു. അടുത്ത വാക്യം കണ്ടില്ലോ, നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. നിങ്ങൾ ടൈത്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് യഹൂദനോട് പറഞ്ഞിരുന്നതാണ്. അത് യഹൂദന്റെ വിശ്വാസത്തിൽ അന്ന് അവർക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചപ്പോൾ പോൾ പറയാണ്, ഇതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല. പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, ന്യായപ്രമാണവുമല്ല, പൗരോഹിത്യമല്ല, ഈ സംഗതികൾ അവയിൽ നത്തിങ്. ഇതൊന്നും തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിൽ ഒരു ഗുണവും ചെയ്യത്തില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം, കൽപ്പന അനുസരിക്കുക, പ്രമാണം അനുസരിക്കുക, 10 കൽപ്പന അനുസരിക്കുക. ഈ പ്രമാണത്തിലായിരുന്നു അന്ന് രക്ഷ. ഈ പ്രമാണം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സകലതും തെറ്റി. ഇതിലെ ഒരു പ്രമാണമെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സകലതും തെറ്റി. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്ന മൊസൈക് കവണന്റ്, മോശയുമായിട്ടുള്ള കവണന്റ്. ആ മോശയിക കവണന്റിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 15-ാം വാക്യം, എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്നു ഭവിക്കും. കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട്, 10 കൽപ്പനകളും 613 സബ് ക്ലോസസ്, നിയമാവലികളൊക്കെ ആയിട്ട്. അതിലെ ഏതെങ്കിലും നിങ്ങൾ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ശാപമായിരിക്കും എന്നാണ് പറയുന്നത്. അവര് പാലിക്കാതെ പോയത് കൊണ്ടാണ് ഇന്ന് അവർ ശാപമായി പോയിരിക്കുന്നത്. അടുത്ത വാക്യങ്ങൾ നോക്കിയേ, പട്ടണത്തിൽ നീ ശപിക്കപ്പെട്ടിരിക്കും, വയലിൽ നീ ശപിക്കപ്പെട്ടിരിക്കും. അവന്റെ പട്ടണമൊക്കെ ചുട്ട് നശിപ്പിക്കാൻ കാര്യം ഇതാ, വയലെല്ലാം വെറുതെ തീക്കിരയായി പോകാൻ കാര്യം ഇതാ. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും ശപിക്കപ്പെട്ടിരിക്കും. കാര്യം എന്താ? പ്രമാണം അനുസരിച്ചില്ല നിങ്ങൾ. നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും ശപിക്കപ്പെട്ടിരിക്കും. താപ്പോട്ട് വായിച്ചു നോക്കണം. ഈ ആവർത്തന പുസ്തകം 28 എന്ന് പറഞ്ഞ മൊസൈക് കവണന്റ്, മോശമായിട്ടുള്ള ഉടമ്പടിയാണ്.
അതിൽ 1 മുതൽ 14 വരെ അനുഗ്രഹമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളെ വീട്ടിൽ അനുഗ്രഹിക്കപ്പെടും, വഴിയിൽ അനുഗ്രഹിക്കപ്പെടും, ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെടും, കംപ്ലീറ്റ് അനുഗ്രഹമാണ്. എന്നാൽ അതിന്റെ 15-ാമത്തെ അധ്യായം മുതൽ 15-ാമത്തെ വാക്യം മുതൽ പറഞ്ഞിരിക്കുന്നുണ്ട്, ഇൻ കേസ് യു ആർ നോട്ട് ഒബേയിങ്, ഇഫ് യു did not follow the covenant, ആ ഒരു കൽപ്പന അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്ത് വരും എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റായി പറയുന്നത്. എന്റെ അവസാനം 64-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇങ്ങനെ നിരപ്പിന് 1 by 1 ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പറയുന്നുണ്ടോ 64-ാമത്തെ വാക്യത്തിൽ, യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. എന്തായി പറയുന്നത്? ഇത് കാരണമാണ് ഇവർ ലോകം മുഴുവൻ ചിതറിപ്പോയിരിക്കുന്നത്. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ചിതറിപ്പോകുന്നുള്ളത് മോശയോട് ദൈവം പറഞ്ഞത്. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. അങ്ങനെ ഇവർ കൊച്ചി വരെ വരാൻ കാര്യം, ലോകം മുഴുവൻ ചിതറിക്ക് പോകാൻ കാര്യം അതാണ്. ഇന്നും ഇന്നലെയും ചിതറിയതല്ല, ഇവരുടെ പിതാക്കന്മാരുടെ കാലം മുതലേ ദൈവം ഇവർ ഈ കൽപ്പന തെറ്റിച്ചതുകൊണ്ട്. പ്രമാണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലയോ? അവരുടെ കാലത്ത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതിനെയാ പോൾ പറയുന്നത്, ന്യായപ്രമാണം നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകത്തില്ല, ന്യായപ്രമാണത്തിലെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടത്തില്ല, രക്ഷിക്കപ്പെടത്തില്ല. ഇതെല്ലാം പ്രാവർത്തികമായിരുന്ന ഒരു കാലമുണ്ട്, ഇതെല്ലാം അന്വർത്ഥമായിരുന്ന ഒരു കാലമുണ്ട്. പൗരോഹിത്യം നോക്കിയാൽ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പൗരോഹിത്യം നോക്കിക്കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം മുഴുവനും വായിച്ചു നോക്കണം. പുരോഹിതൻ ആരാണ്, പുരോഹിതന്റെ ശുശ്രൂഷ എന്താണ്, പുരോഹിതന്റെ ഡ്രസ്സ് എങ്ങനെ ആയിരിക്കണം. ഒരു 100 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് പുരോഹിതന്റെ ഡ്രസ്സിന്റെ ഒരു പോർഷൻ പോലും വാങ്ങിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ വിലപിടിപ്പുള്ളതാ പുരോഹിതന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ തയ്ക്കണം, അതിൽ എന്തൊക്കെ വജ്രങ്ങളും മുത്തുകളും രത്നങ്ങളും കൊളുത്തണം, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള പൗരോഹിത്യ ശുശ്രൂഷ കുറഞ്ഞ കാര്യമായിട്ടാണോ ദൈവം പറയുന്നത്? അത് തയ്ക്കാൻ അതിന്റെ തയ്യക്കാരന് ദൈവം പ്രത്യേക ജ്ഞാനം കൊടുത്തിരിക്കുന്നു എന്ന്. ഈ അച്ഛന്റെ കുപ്പായം തയ്ക്കാനായിട്ട്, മഹാപുരോഹിതന്റെ ഡ്രസ്സ് തയ്ക്കാനായിട്ട് ആ തയ്യക്കാരന് ദൈവം പ്രത്യേക ജ്ഞാനാത്മാവിനാൽ നിറച്ചിരിക്കുന്നു. ദൈവം അത്ര കണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന കാര്യങ്ങളായതല്ല. കുരിശു എന്ന് പറഞ്ഞതുപോലെ ദശാംശവും 10 കൽപ്പനയും പൗരോഹിത്യവും ഈ കാര്യങ്ങളൊക്കെ ഇതൊന്നും വേണ്ടാഞ്ഞിരുന്നതല്ല, അതെല്ലാം വേണ്ടിയതാണ്. ബട്ട് ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതൊന്നും മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ യാതൊരു വിധത്തിലും ഒരു റോളും ഈ കാര്യങ്ങൾക്കില്ല ഈ കാലഘട്ടത്തിൽ. ഇറ്റ് ഈസ് മിയർലി എ റിലീജിയസ് റിച്വൽ. മനസ്സിലാകുന്നുണ്ടോ? ഇറ്റ് അവൈലത്ത് നത്തിങ് എന്നാ പോള് പറയുന്നത്. ഇവിടെ പഴയ നിയമത്തിൽ നിന്ന് പ്രയോജനം ഉണ്ടായിരുന്നു, എന്നാൽ ഈ കാലഘട്ടത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്നും വെളിപ്പെട്ടിരിക്കുന്ന ഈ സ്വർഗീയ പദ്ധതിയിൽ ഇതിനൊന്നും യാതൊരു റോളുമില്ല. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ഞാൻ അധികം റെഫറൻസ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിമോത്തിയെ പരിച്ഛേദന കഴിപ്പിച്ചത് ദൈവത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും ക്രമീകരണം പ്രാപിക്കാനല്ല, എന്തെങ്കിലും ഒരു ക്രമീകരണം വരുത്തുവാനല്ല, പ്രത്യുത യഹൂദനോട് സുവിശേഷം അറിയിക്കാൻ ഒരു ആക്സസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പോൾ എല്ലാ കാലത്തും യഹൂദനോട് സുവിശേഷം പറഞ്ഞിരുന്നു. കാര്യം ദൈവജനം അവര്, ദൈവത്താൽ വിളിക്കപ്പെട്ടതും ദൈവത്തിന്റെ ജനവുമാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർ കൈവിടപ്പെട്ടു പോയിരിക്കുക. അവരുടെ കപ്പിനും ലിപ്സിനും ഇടയിലായിട്ട് അവരുടെ ആ വാഗ്ദത്തം, അവരുടെ ഭാഗ്യം അവർക്ക് നഷ്ടമായിരിക്കുക. അതുകൊണ്ട് തന്നെ പോള് അവരുടെ ഒരു ടാർഗറ്റ് ആയിരുന്നു. അവരുടെ ഒരു നാശത്തിന് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോള് കാരണക്കാരനും കൂടെയാണ്. നിങ്ങൾക്കത് ഞാൻ പറയാതെ തന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് അപ്പോസ്തലനാണ് ഒരു വിധത്തിൽ അവരുടെ ആ നാശം ആരംഭിക്കാനായിട്ട് ട്രിഗർ ആയതെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലാനായിട്ട് ഉത്തരവിടുന്നത് പോളാണ്. 8-ാം അധ്യായത്തിൽ, അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ പറയുന്നത് സ്തേഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ശൗലിന് സമ്മതം അല്ലല്ലോ എന്താ കാര്യം? ശൗൽ ആയിരുന്നു അന്ന് സമ്മതം കൊടുക്കേണ്ടുന്നത്. അന്നത്തെ സന്നിധിൻ സംഘത്തിലെ മെയിൻ ആള് ശൗലായിരുന്നു. ഈ പോളാണ് അതിന് അനുവാദം കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ആ പാപികളിൽ ഒന്നാമൻ എന്ന് പോള് പറയാൻ കാര്യം. ആ സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ ഞാനും അനുവാദം കൊടുത്തുകൊണ്ട് അവന്റെ വസ്ത്രം കാത്തിരുന്നു എന്ന് പറയുന്ന ഭാഗം 23-ാമത്തെ അധ്യായത്തിൽ കാണാം. ആ ഒരു സംഭവമാണ് ആക്ച്വലി ഈ ഒരു യഹൂദന്റെ വീഴ്ചയ്ക്ക് ഉള്ള ട്രിഗർ എന്ന് പറയുന്നത്. അവനെ ദൈവം കൈവിട്ട് കളയുവാനായിട്ട് പരിശുദ്ധാത്മപൂർണനായിരുന്ന സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്ന ആ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത് ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. അതുകൊണ്ട് തന്നെ യഹൂദന്റെ എല്ലാ സിനഗോഗുകളിലും ഏത് ദേശത്ത് ചെന്നാലും അവിടെ ആദ്യം ചെന്നിട്ട് അവരോട് സുവിശേഷം പറയണം. അവൻ ആദ്യം രക്ഷിക്കപ്പെടണം.
അവർക്ക് അവിടുന്ന് ആണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. കാര്യം അവരെ രക്ഷിക്കേണ്ടത് തന്റെ ആവശ്യമായിരുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു എന്ന് പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ പ്രധാന കാര്യം ഇതാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും പോൾ അനുവദിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മൾ അതിനെ മുതലെടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഇവിടെ കണ്ടില്ലയോ, കൊരിന്ത് ലേഖനം 9-ാം അധ്യായം അതിന്റെ 19, 20, 21 വാക്യങ്ങൾ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. പോൾ ഇവിടെ പറയാണ്, ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. ഞാനൊരു സ്വതന്ത്രനാ, എനിക്ക് എന്റെ ഇഷ്ടത്തിന് നടക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ റോമൻ പൗരനാ, ഞാൻ യഹൂദ മതക്കാരന വിശ്വാസിയാ, ഞാൻ എബ്രായരന, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനൊരു ദാസനല്ല, ഞാനൊരു അടിമയല്ല, എനിക്ക് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. അടുത്ത വാക്യം കണ്ടില്ലയോ, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി. പോൾ പറയുന്നത് കേട്ടോ, ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല. എന്താ പൗലോസ് അപ്പോസ്തലനെ ഈ പറയുന്നത്? താങ്കളല്ലേ പറഞ്ഞത് ന്യായപ്രമാണത്തിലെ ശുഷ്കാന്തി നിമിത്തം ഞാൻ സഭയെ ഉപദ്രവിച്ചവൻ, ഞാൻ ഗമാലിയേലിന്റെ പാദപീഠത്തെങ്കിലും ന്യായപ്രമാണം മുഴുവൻ അഭ്യസിച്ചവൻ. മനസ്സിലായോ? ന്യായപ്രമാണത്തിന്റെ നീതി നിമിത്തം ഞാൻ അനിന്യൻ, ഞാൻ അത്ര ന്യായപ്രമാണം കാത്തു പാലിക്കുന്ന ഒരാളാ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടല്ല, ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല, എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ ആയി. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വാക്യം, ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണമുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പോൾ എന്താണ് അവിടെ പറയുന്നത് എന്നുള്ളത്. അടുത്ത വാക്യം കണ്ടില്ല, ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ചില കാര്യങ്ങൾ പോൾ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ പോൾ പല കാര്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. ഇതേ കാരണത്താലാണ് പൗലോസ് അപ്പോസ്തലൻ സ്നാനം ആദ്യകാലങ്ങളിൽ സഭയിൽ അനുവദിച്ചിരുന്നത്. ഇത് രക്ഷയ്ക്ക് ആവശ്യമുണ്ടായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ എന്തെങ്കിലും പ്രത്യേക പ്രക്രിയ നടക്കുന്നോ കാരണമോ അല്ല സ്നാനം അനുവദിച്ചിരുന്നത്. താൻ അധികം സ്നാനപ്പെടുത്തിയിട്ടില്ല, 1-2 പേരെ തന്റെ ചരിത്രത്തിൽ സ്നാനപ്പെടുത്തിയതായിട്ട് തനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷെ എന്നുണ്ടെങ്കിൽ ചിലയിടത്തൊക്കെ താൻ അനുവദിച്ചിട്ടുണ്ട് സ്നാനത്തെ. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്നാനപ്പെടുവാനായിട്ട് ഒരുത്തൻ കാണിക്കുന്ന ധൈര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് പബ്ലിക്കലി ഡിക്ലെയർ ചെയ്യുന്നതിന് തുല്യമാണ്. ആ ഒരു ധൈര്യമുള്ളവനെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കത്തുള്ളൂ. അന്ന് യേശു ക്രിസ്തുവിന്റെ മാർഗം ഫോളോ ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ പുച്ഛിക്കുകയും മറ്റുള്ളവർ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരുത്തൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്നാനപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ ആത്മീക ധൈര്യമാണ് കാണിക്കുന്നത്. സോ ലെറ്റ് ഇറ്റ് ബി ദെയർ എന്നുള്ള ഒരു രീതിയിൽ പോൾ അതിനെ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം പോൾ സ്നാനം ഇൻസ്പെക്ട് ചെയ്തിരുന്നു എന്നല്ല. മനസ്സിലായോ? അങ്ങനെ ഒരിടത്തും പൗലോസ് അപ്പോസ്തലൻ സ്നാനത്തെ ഇൻസ്പെക്ട് ചെയ്തുവോ സ്നാനം ഉപദേശിക്കുകയോ ചെയ്തിട്ടില്ല. തുടർന്നുള്ള പഠനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ട്, അപ്പം വരുന്ന അധ്യായങ്ങളിലൊക്കെ കാണുന്ന സ്നാനമോ ഞാൻ അവിടെ ഒക്കെ വരുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ തന്നെ ഇവിടെ ഒരു 1-2 സ്നാനം നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിലും അല്പസമയം ഞാൻ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പൊളൈൻ റെവലേഷനിൽ കാൽവറിയിൽ കൂടെ തുറന്ന രക്ഷാമാർഗം യേശു ക്രിസ്തുവിന്റെ ആ രക്തത്തിലെ വിശ്വാസത്താൽ കർത്താവിന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്ന പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഈ ന്യായപ്രമാണത്തിനോ പൗരോഹിതത്തിനോ ഇവിടുത്തെ കുരിശുവന്ദനയ്ക്കോ ഇവിടുത്തെ ഇങ്ങനെയുള്ള കുർബാനയ്ക്കോ കൊന്തയ്ക്കോ ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. 16-ാം അധ്യായം നമുക്ക് വാക്യത്തിലേക്ക് വരാം. 16-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ചേർന്ന് വായിക്കാൻ ഞാൻ ഇവിടെ തിമത്യോസിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുകൊണ്ടാണ് അല്പസമയം കൂടുതൽ അവിടെ നിന്നത്. 16-ാമത്തെ അധ്യായം എന്റെ 4-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ വരുന്ന വഴിക്ക് എല്ലാ പട്ടണങ്ങളിലും ചെല്ലുന്നിടത്ത് യെരുശലേമിൽ എടുത്ത തീരുമാനമുണ്ടല്ലോ, ജെറുസലേം കൗൺസിലിന്റെ ആ തീരുമാനം അവരെല്ലാരും അറിയിച്ചുകൊണ്ടാണ് വരുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പിന്നീട് പലരും വന്നിട്ട് നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ പരിചയം കഴിക്കണം, നിങ്ങൾ ന്യായപ്രമാണം ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പലതും വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. റോമ സാമ്രാജ്യം മുഴുവനും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഇടയിലും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ പോകുന്നിടത്തെല്ലാം
അപ്പോസ്തലന്മാർ മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ ആവശ്യമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്. അടുത്ത വാക്യം, അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. നമ്മുടെ ആൾക്കാരൊക്കെയാണ് സാധാരണ പറയാറുള്ളത്, ഇവിടെ നിയമങ്ങളും കൽപ്പനകളും ഇതൊക്കെ അനുസരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സഭ അങ്ങ് വഷളായി പോകും, ആൾക്കാര് പിന്നെ സഭയെല്ലാം പൊളിഞ്ഞു പോകും എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പലരോടും ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കെട്ടുപാടില്ലാതെ സഭ പൊളിഞ്ഞു പോകുന്നു. ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയിൽ കണ്ടില്ലേ, പൊളിഞ്ഞു പോകുക എന്നോ ചെയ്തത്? അത് വിശ്വാസത്തിൽ ഉറക്കുകയാണ് ചെയ്യുന്ന കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസം വർദ്ധിക്കുക. എത്ര മടങ്ങ് ഞാൻ പഴയ വിശ്വാസത്തിൽ നിന്നും ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ വിശ്വാസം എത്ര മടങ്ങ് വർദ്ധിച്ചു എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. എന്റെ ജീവിതകാലത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിന്റെ എത്ര ഇരട്ടി എത്ര മടങ്ങ് വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു എന്നുള്ളത്. അത് എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ഇപ്പൊ ഇവിടെ മൂന്നാം ലോകമായുധം എന്ന് പറഞ്ഞാലോ മുല്ലപ്പെരിയാർ പൊട്ടുന്നെന്ന് പറഞ്ഞാലോ ഒന്നും നമുക്കൊരു ടെൻഷനേ ഇല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയാം. അതുകൊണ്ട് പ്രയാസമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത്ര വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കൊരു ടെൻഷൻ ഇല്ല ഇപ്പം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തത്. നമ്മുടെ വിശ്വാസം അങ്ങനെ പാറ പോലെ ഉറയ്ക്കുക, ഹൃദയത്തിൽ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുന്നത് പോലാണ് ആ വിശ്വാസം ഉറയ്ക്കുന്നത്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട വിഷയങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളെ ഇളക്കുവാനേ കഴിയത്തില്ല. ഇതിനൊന്നും ക്രിസ്തീയ സഭകൾ അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വരാം. ആറാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫ്രുങ്കിയയിലും ഗലാത്തിയയിലും കൂടി സഞ്ചരിച്ചു. കണ്ടു, ഞാൻ ആ മാപ്പ് കാണിച്ചപ്പോൾ ഞാനത് എടുത്ത് പറഞ്ഞിരുന്നല്ലോ, അവരോട് പരിശുദ്ധാത്മാവ് വിലക്കിയത് കാരണം അവർ ആ റൂട്ട് മാറി പോകുന്നതായിട്ട് കാണാം. ആ മാപ്പ് ഞാൻ ഒന്നുകൂടെ കാണിച്ചോളട്ടെ. അവിടെ ആ റൂട്ട് മാറി പോകുന്നുണ്ടോ? ഇവിടെ കടക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന്, ഇവിടെ ആസിയയിൽ പ്രസംഗിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവർ അന്ത്യോക്യയിൽ നിന്നും ഇതുവഴി ഗലാത്യയുടെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ അങ്ങ് ത്രോവാസിൽ എത്തിച്ചേരുക. ഇതെന്താ അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. പക്ഷെ എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ കൂടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. പത്രോസ് അപ്പോസ്തലന്റെ മിനിസ്ട്രി നടന്നിട്ടുള്ളത് മുഴുവൻ ഈ സ്ഥലത്താണ്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ബിഥുന്യയിലും പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ഒക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടോട്ട് കടക്കണ്ട, ആ ഭാഗത്തോട്ട് പോകാതെ ഇതിനെ ചുറ്റി അങ്ങ് വെളിയിൽ പോകാൻ പറയുക. അതിനുശേഷം അവരുടെ ശുശ്രൂഷ അവിടെ നടക്കും. ദൈവം അതിനെ ഈക്വലി അതിനെ കംപ്ലീറ്റ് വിട്ട് കളഞ്ഞിട്ടില്ല. അവരുടെ കാലഘട്ടത്തിൽ അവർ ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ മിക്സ് ആകാനായിട്ട് ഇടയാകല്ല. അവർ യഹൂദന്മാരുടെ ഇടയിലാണ് ശുശ്രൂഷിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ആസിയയിൽ നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാൻ അപ്പോസ്തലൻ അവിടാണ് ശുശ്രൂഷിച്ചത്. ആസിയയിൽ മുഴുവനും എഫെസോസിലെ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ലേഖനങ്ങള് സഭകൾക്ക് എഴുതിയിരിക്കുന്ന ദൂതുകൾ എഴുതിയിരിക്കുന്ന 7 സഭകൾ കണ്ടില്ലേ, അത് മുഴുവൻ ആസിയയില. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്ക, ഈ സഭകൾക്കൊക്കെ ലേഖനം എഴുതുന്നുണ്ട്. അത് ഇതിന് ശേഷമാണ്, പോളിന്റെ കാലഘട്ടത്തിന് ശേഷമാണ് ഇവിടൊക്കെ എഴുതിയെങ്കിലും എന്താണ് പരിശുദ്ധാത്മാവ് ഇവിടെ കയറണ്ട, ഇതിൽ നിന്ന് വെളിയിൽ പോയിട്ട് ഈ ഒരു ഭാഗത്തോട് ത്രോവാസിൽ എത്തുവാനായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉറപ്പിക്കുവാനോ പറ്റത്തക്കവണ്ണം റെഫറൻസ് ഇല്ല. എങ്കിലും ഈ ഒരു 2 കാര്യം മനസ്സിൽ ഓർത്തതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ ഒരു സംഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 16-ാമത്തെ അധ്യായം ഇതിലേക്ക് നമുക്ക് മടങ്ങി വരാം. 16-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കാം. 16-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അടുത്ത വാക്യം അതിന്റെ അടുത്ത വാക്യം പറയുന്നത്, 10-ാമത്തെ വാക്യം പറയുന്നത്, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ച് ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രക്കായിലേക്കും പിറ്റേനാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. നമുക്ക് അവിടേക്ക് വരാം. ഒന്ന് മനസ്സിലാക്കി പോകാം. ഇവിടെ നമ്മൾ കണ്ടില്ലേ, അവിടെ വെച്ച പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നിട്ട്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഇവിടെ വെച്ചാണ് ലൂക്കോസ് ഇവരോട് കൂടെ കൂടുന്നത്. ഇതുവരെ ലൂക്കോസ് ഈ ഗ്രൂപ്പിലില്ല.
ലൂക്കോസ് ആണ് ഈ ലേഖനം ഈ അപ്പോസ്തല പ്രവർത്തികൾ എഴുതുന്നതെങ്കിലും ഇവിടെ വെച്ചാണ് ലൂക്കോസ് ഇവരുടെ കൂടെ ചേരുന്നത്. ഈ സെക്കൻഡ് മിഷണറി ജേർണിയിൽ ഈ ത്രോവാസിൽ വെച്ചാണ് ലൂക്കോസ് ചേരുന്നത്. കാര്യം ഇവിടെ മുതൽ എഴുത്തുകൾ മാറുന്നത് നമുക്ക് കാണാം. ഇവിടെ മുതൽ പറയുന്നത് ഞങ്ങളെ സഹായിക്കുക, അങ്ങനെ ഒരു വാക്യം നമുക്ക് കാണാം. കണ്ടില്ലേ? നീ മക്കദോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക. ഈ ഞങ്ങളെന്ന് പറയുന്നത് പോളാണ്, സോറി, ഞങ്ങളെന്ന് പറയുന്നത് ലൂക്കോസ് അവരുടെ കൂടെ ചേർന്നത് കൊണ്ടാണ്. കാരണം ലൂക്കോസ് ആണ് ഈ അപ്പോസ്തല പ്രവർത്തികൾ എഴുതുന്നത്. കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അടുത്ത വാക്യം കണ്ടില്ല, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാം ഞങ്ങളാണ്. ഇതിനു മുമ്പെല്ലാം അവരെ വിട്ടിരിക്കുന്നു, അവര് പോയി, ഇവര് പോയി. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം അവരങ്ങോട്ട് പോയി, അവരെല്ലാം കൂടെ ചേർന്ന് ഇങ്ങോട്ട് പോയി, അവിടെ ഞങ്ങളില്ല. ഇതിനിടയ്ക്ക് ലൂക്ക് ചേരുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഞങ്ങളെ വിളിച്ചിരിക്കുന്നു, ഞങ്ങൾ പോയി, ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വാക്യത്തിൽ 9ാമത്തെ വാക്യത്തിലാണ് ലൂക്കോസ് ഇവിടെ ആദ്യമായിട്ട് ചേരുന്നത്. അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോനിക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി. മനസ്സിലായോ? ഇവിടെയാണ് ലൂക്കോസ് തങ്ങളോട് ചേർന്നത് എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അപ്പൊ തന്നെ ഇതിനിടയിൽ ഒരു അഭിപ്രായം ഉള്ളത്, ലൂക്കോസ് തന്നെയാണ് ഈ രാത്രിയിൽ സ്വപ്നത്തിൽ വന്ന മക്കദോനിയക്കാരനെന്നും പറയുന്നവരുണ്ട്. കാര്യം അദ്ദേഹം മക്കദോനിയക്കാരനാണ്. ലൂക്കോസ് ഗ്രീക്കുകാരനാണ്. ആക്ച്വലി ഫിലിപ്പിയയിലാണ് പുള്ളി മെഡിസിൻ ചെയ്തത്, പഠിച്ചത്. ഗ്രീക്കിലെ ഫിലിപ്പിയയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ലൂക്കോസ് പഠിച്ചത്. ഡോക്ടറാണ് അവിടുന്ന് പഠിച്ചത് എന്നൊക്കെ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായമുണ്ട്. ഈ ലൂക്കോസ് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ എന്നുണ്ടെങ്കിൽ മക്കദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞതെന്നും ഇവരുടെ ഇടയിൽ, വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായമുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അങ്ങനെ അവര് എന്താ പറയുന്നത്, ഫിലിപ്പിയയിലേക്ക് കടന്നു പോവുകയാണ്. എന്റെ മുമ്പിലത്തെ വാക്യം കണ്ടില്ലയോ? അവിടെ പറയുകയാണ്, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റാ. ആ വിളി കണ്ടു കഴിഞ്ഞപ്പോൾ, ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയല്ല, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അടുത്ത കപ്പൽ കയറിയിട്ട് മക്കദോനിക്കുള്ള കപ്പൽ കയറുക. ഇതൊന്നും പ്ലാൻഡ് പദ്ധതിയല്ല, പരിശുദ്ധാത്മാവാണ് ഈ നയിക്കുന്നത്. അവിടെ കയറരുത്, ഇവിടെ പോകരുത്, അവിടം വരെ ചെല്ലല്ല, ഇവിടുന്ന് കയറിയിട്ട് ഇവിടെ ചെല്ലുക, ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. ഈ യാത്രയിൽ മുഴുവനും പോൾ ഇറങ്ങി നിന്നതല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ? എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ആ വിളി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ അത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചതായിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെറുതെ കിടന്ന് ഉറങ്ങിക്കളയല്ല. വിളിക്ക് ഒത്തവണ്ണം നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനായിട്ട് സന്നദ്ധതയോട് വേണം ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കുവാനായിട്ട്. ഞങ്ങൾ ഉടനെ മക്കദോനിക്ക് പുറപ്പെടുവാനായിട്ട് ശ്രമിച്ചു. അടുത്ത വാക്യം, അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമത്രക്കായി. സമത്രക്ക എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. ആ സമത്രക്കയിൽ നിന്നും പിറ്റേന്നാൾ നവപ്പൊലി എന്ന് പറയുന്നത് ഏകദേശം 130 കിലോമീറ്റർ ഉണ്ട്. ഈ റൂട്ടൊക്കെ വളരെ നല്ല റൂട്ടുകളാണ്. നമുക്ക് യാത്ര ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് ടൂർ പോകാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല സ്ഥലമാണ്. പിറ്റേന്നാൾ നവപ്പൊലി എന്ന് പറയുന്നത് നിയോപോലീസ് ആണ്. നിയോപോലീസിൽ നിന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ ഫിലിപ്പിയ. അവിടുന്ന് അടുത്ത ഒരു ടൗൺ, അവിടുത്തെ പ്രധാന സിറ്റിയാണ് ഫിലിപ്പിയ എന്ന് പറയുന്നത്. ഫിലിപ്പിക്ക് തൊട്ടു മുമ്പുള്ള സ്ഥലമാണ് നവപ്പൊലി എന്ന് പറയുന്നത്. ഈ ഫിലിപ്പിയുടെ ക്യാപിറ്റലാണ് അംബിപോലീസ് എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ലഭിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കദോനിയിലെ ഈ ഫിലിപ്പിയ എന്ന് പറയുന്നത്, ഇത് മക്കദോനിയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ഇവര് ഇപ്പോഴെവിടെ എത്തിയിരിക്കുന്നത്? ഫിലിപ്പിയയിൽ എത്തിയിരിക്കുക. ഈ ഫിലിപ്പിയ തന്നെ പല ക്രിസ്ത്യാനികളും വിചാരിച്ചിരിക്കുന്നത് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരു ഫിലിപ്പിയൻസ് ഉണ്ട്, അതാണെന്ന് വിശ്വസിച്ചിരിക്കുന്നവരുണ്ട്. ഫിലിപ്പിയൻസിന് ലേഖനം എഴുതിയെന്ന് പറയുമ്പോഴത്തേന് ആ ഫിലിപ്പിയർക്കാണ് ലേഖനം എഴുതുന്നത്. ആ ഫിലിപ്പിയർ അല്ല ഈ ഫിലിപ്പിയർ. ഇത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ്, മാസിഡോണിയൻ രാജാവായിരുന്നു, അന്നത്തെ കിങ് ആയിരുന്ന മാസിഡോണിയൻ കിങ് ഫിലിപ്പ്. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം പണി കഴിപ്പിച്ച പ്രൗഢഗംഭീരമായ ഒരു സിറ്റിയാണ് ഫിലിപ്പി എന്ന് പറയുന്ന ഈ ഗ്രീസിലെ ഒരു പ്രധാന സിറ്റി. അവിടെ ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് മക്കദോനിയുടെ ആ ഭാഗത്ത് ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള പല പട്ടണങ്ങളെ കുറിച്ചും കേൾക്കുമ്പോൾ അവിടെ എല്ലാം പറയുന്നത് യഹൂദന്മാർ കുടിയേറി പാർത്തിരുന്നു എന്നാണ്. യഹൂദന്മാർ കുടിയേറി പാർത്തിരുന്ന പട്ടണം. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെ പറയുന്നുണ്ട് റോമക്കാർ കുടിയേറി പാർത്തിരുന്ന പട്ടണം. ഓൾമോസ്റ്റ് റോം മാതിരി, റോമിന്റെ ഒരു റിപ്ലിക്ക ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മനസ്സിലായോ? ഇവിടെ റോമൻ പട്ടാളത്തിന്റെ ബേസും ആർമി ബേസും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്.
അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് അദ്ദേഹത്തിന്റെ പേരിൽ പണി കഴിപ്പിച്ച ഒരു പ്രധാന നഗരമായത്. ഇവിടെ റോമക്കാർ കുടിയേറി പാർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് റോം മാതിരി തന്നെ ആയിരുന്നു ഈ ഗ്രീസിലെ ഫിലിപ്പിയ എന്ന് പറയുന്നത്. അത്രയ്ക്ക് റോമൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൗരത്വം, റോമൻ പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാ. ഇവിടെ ഒരു തന്നെ റോമൻ പൗരനാണ്, റോമൻ സിറ്റിസൺ ആണെന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവരോട് പറയുന്നത്, നിങ്ങളുടെ റോമ പൗരത്വം ഒന്നും അല്ല. അവർക്ക് ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ, അതിന്റെ 3-ാമത്തെ ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുന്നത് റോമൻ പൗരത്വത്തെ കുറിച്ച് വളരെ പ്രൗഢിയായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് അവരോട് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാര്യം. ഇവിടെ നമുക്കുള്ളത് റോമൻ പൗരത്വമല്ല, മറിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം സ്വർഗത്തിലെ സിറ്റിസൺസ് ആണ്. നമ്മുടെ പൗരത്വം റോമ പൗരത്വത്തെക്കാൾ വിലയേറിയ പൗരത്വമാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരോട് ആ സ്വർഗത്തിലെ പൗരത്വത്തെ കുറിച്ച് അവിടെ എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയും, ഒരു ഫിലിപ്പിയക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയൻ ജയിലറിനോട് പോള് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ റോമൻ പൗരനായിരിക്കുമ്പോൾ വിസ്താരം കഴിയുന്നതിന് മുമ്പ് എന്നെ അടുപ്പിച്ചത് തെറ്റാണ്, അതുകൊണ്ട് എന്നെ അങ്ങനെ വിട്ടയച്ചാൽ പോരാ, അതിന്റെ ന്യായം ഞങ്ങൾക്ക് അറിയണമെന്നൊക്കെ പോൾ പറയാൻ കാര്യം അതാ. കാര്യം പോൾ ഓൾറെഡി റോമൻ പൗരനാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് റോമൻ പൗരത്വത്തിന് ആ ഫിലിപ്പിയയിൽ. അതുകൊണ്ട് പോള് റോമൻ പൗരനാണെന്ന് കേട്ടിട്ട് ഫിലിപ്പിയൻ ജയിലർ തന്നെ ഞെട്ടിപ്പോയി. അദ്ദേഹത്തെ അടുപ്പിക്കാനായിട്ട് കൽപ്പിച്ച കാരാഗ്രഹ പ്രമാണിയൊക്കെ ഞെട്ടിപ്പോയി, എന്താ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ആ റോമ പൗരത്വം എന്ന് പറയുന്നത്. ഇവിടെ AD 50-51 കാലയളവിലാണ് പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. 49-50 നമുക്കറിയാം ജെറുസലേം കൗൺസിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് 50-51 കാലയളവിലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ ഫിലിപ്പിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ യഹൂദ സിനഗോഗ് തേടി. അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവർ ആദ്യമായിട്ട് നോക്കുന്നത് നമുക്കറിയാം, യഹൂദന്റെ സിനഗോഗ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. എന്നാൽ അവിടെ അങ്ങനെ ഒരു സിനഗോഗ് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 18-ാം അധ്യായം വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇവിടെ പറയുകയാണ്, യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടുപോകണം എന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായി പൊന്തോസുകാരൻ അക്വിലാസ് എന്നു പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയും കണ്ടവരുടെ അടുക്കൽ ചെന്നു. ഇവിടെ പറയുന്നത് യഹൂദന്മാരെല്ലാവരും റോമ നഗരം വിട്ടു പോകണമെന്ന് ക്ലൗഡിയസ് കൈസർ കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരുന്നത് കാരണം അതിന്റെ ഒരു അസർ, അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആ റോമക്കാര് കുടിയേറി പാർക്കുന്നിടത്ത് എല്ലാം ഉണ്ടായിരുന്നു. ഫിലിപ്പിയ ഞാൻ പറഞ്ഞല്ലോ, ഒരു റോമൻ റിപ്ലിക്ക എന്ന് പറഞ്ഞല്ലോ. ആ ഒരു കൽപ്പന, ക്ലൗഡിയസ് കൈസറിന്റെ ഒരു കൽപ്പന നിലനിൽക്കുന്നത് കൊണ്ട് ഫിലിപ്പിയയിലും ഒരുമാതിരിപ്പെട്ട സിനഗോഗുകളെല്ലാം അടച്ചു പൂട്ടിയിരിക്കുക. ഒത്തിരിയും റോമക്കാർ അവിടുന്ന് വിട്ടുപോകണം. ഇവരുടെ ഇടയിൽ നിൽക്കാൻ അധികം അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. കാര്യം റോമൻ വിശ്വാസത്തിനെതിരായിട്ടുള്ള വിശ്വാസമാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് അതുമായിട്ട് ചേർന്ന് പോകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് യഹൂദന്മാരുമായിട്ട് ഒത്തിരി വിശ്വാസം സംബന്ധിച്ചുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ കലാപത്തിലേക്കും വിഷയത്തിലേക്കും ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് റോമൻ കൈസർ ആയിരിക്കുന്ന ക്ലൗഡിയസ് അത് കൽപ്പിച്ചിരിക്കുന്നത്. റോമക്കാരെല്ലാം യഹൂദ നഗരം വിട്ടുപോകണം, റോമ നഗരം വിട്ടുപോകണം, യഹൂദന്മാരെല്ലാം റോമ നഗരം വിട്ടുപോകണം എന്നുള്ളൊരു കൽപ്പന കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഈ ഫിലിപ്പിയയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം സിനഗോഗുകൾ അവിടെ കാണാനില്ല. പൗലോസ് അപ്പോസ്തലൻ വിചാരിച്ചത് തന്നെ പരിശുദ്ധ ആത്മാവിനാൽ നയിച്ചുകൊണ്ട് ഫിലിപ്പിയയിലേക്ക് വന്നിരിക്കുകയാണ്, ഇവിടെ ഇഷ്ടം പോലെ സിനഗോഗുകൾ ഉണ്ടാകും, അവിടെ ചെന്നിട്ട് പ്രസംഗിക്കാം, അവരെ ഈ രക്ഷാമാർഗത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് താൻ അവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ അത്രയും അധികം സിനഗോഗുകൾ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ എന്നിരുന്നാലും യഹൂദനായതുകൊണ്ട് അവർക്ക് പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ട്. ഒരു സിനഗോഗായിട്ടില്ലെങ്കിലും അവിടെ പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ട്. അടുത്ത വാക്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നെ ശ്രദ്ധിച്ചിരുന്നാട്ടെ. 16-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ഇത് കണ്ടില്ലയോ, ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി, അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവൊക്കെ തീർന്നു, അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ഒരു യഹോവ ഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. 13-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം, വളരെ ശ്രദ്ധിച്ച് കേട്ടാട്ട്. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി, അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പുഴവൊക്കെ തീരുന്നു, അവിടെ കൂടി വന്ന സ്ത്രീകളോട്
സംസാരിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വിഷയം. ഇവിടുന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇന്ന് ക്രിസ്തീയ ലോകം ഇതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ പോൾ വന്നിട്ട് ഒരു പള്ളി നോക്കി, ഇവിടെ പോകാനായിട്ട് സിനഗോഗിൽ അവിടെ പോകാനായിട്ട് പള്ളിയൊന്നും കണ്ടില്ല. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പുള്ളി ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ ഒരു തോടിന്റെ വാക്കത്ത്, ഒരു പുഴവക്കത്തോട് ഇങ്ങനെ കുറെ നടന്നപ്പോ കുറെ സ്ത്രീകളെല്ലാം കൂടെ അവിടെ കുളിക്കാനും അവിടെ ലോണ്ടറി, അവരുടെ തുണി നനയ്ക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നവരെ കണ്ടു. അവിടെ പോള് നിന്ന് അവർ വലിയ കുഴപ്പമില്ല, യഹൂദ സ്ത്രീകളൊക്കെ ആണെന്ന് കണ്ടുകൊണ്ട് അവരോട് സുവിശേഷം പറഞ്ഞു. അവരിൽ ഈ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ ഒരു വിശ്വാസം ശ്രദ്ധിക്കുകയും അവർ ആ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു എന്നൊക്കെയാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ വളരെ ഫണ്ണി ആയത് അങ്ങനല്ല ഇതിന്റെ കാര്യം. ഈ ഇവിടെ നടക്കുന്ന സംഭവമേ അതല്ല. ക്ലൗഡിയസ് കൈസറിന്റെ കൽപ്പന കാരണം അവിടെ അനവധി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് ആരാധനയ്ക്ക് പോകുവാനായിട്ടുള്ളത് ശരിയാ, സിനഗോഗുകൾ കുറവാണെന്നുള്ളത് ശരിയാ. പക്ഷെങ്കിൽ പ്രാർത്ഥനാ സ്ഥലമുണ്ട്. ഇത് കണ്ടില്ലേ, ശബത്ത് നാളില് അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഗോപുരത്തിന് പുറത്തേക്ക് അവർ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പോവുകയാണ്. അവിടെ ആ പ്രാർത്ഥനാ സ്ഥലം എവിടെയാണെന്ന് തപ്പി നോക്കി പോവുകയാണ്. ഇതിന്റെ ഇവിടെ ഒരു പുഴവക്കത്ത് എന്നൊക്കെ പറയുന്നത് ഗാൻജൈറ്റിസ് എന്ന് പറയുന്ന ഒരു റിവറാ. അതിന്റെ പുഴവക്കത്ത് അവിടെ ഒരു വലിയ എന്താ പറയുന്ന ഒരു സ്ഥലം പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ യഹൂദന്റെ സ്നാനത്തെ കുറിച്ച് നിങ്ങൾ അല്പമെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. യഹൂദന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവരുടെ ആചാരങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു ആചാരമാണ് ഈ കഴുകലെന്നും മുഴുകലെന്നും തളിക്കലെന്നും ഒക്കെ പറയുന്നത്. ഈ കാലത്ത് നമ്മൾ അതിനെ ബാപ്റ്റിസോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്നാനമെന്ന് ആക്കി, അത് ക്രിസ്ത്യാനിയുടെ എന്തോ ഒരു വിശേഷ സാധനമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ സ്നാനമാക്കി മാറ്റി. ആക്ച്വലി ഇത് യഹൂദന്മാരുടെ ശുശ്രൂഷയിൽ വളരെ ശക്തമായിട്ടുള്ളതാണ്. ഗ്രീക്കിൽ ഇതിനെ ബാപ്റ്റിസോ എന്നറിയപ്പെടും. അതിനെ നമ്മൾ ബാപ്റ്റിസോ എന്ന് പറയുന്ന സ്നാനം എന്ന് മാറ്റി തീർത്തിരിക്കുക. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആചാരമാണ്. ഇതിനെ മിക്കുവെ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഇവരുടെ സിനഗോഗിനോട് ചേർന്ന് ഒരു കുളം ഉണ്ടായിരിക്കും. മിക്കുവ എന്നാണ് അതിന് പറയുന്നത്. മിക്കുവ ആ കുളത്തിലാണ് ഇവരുടെ ആ ഒരു ശുദ്ധീകരണ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നത്. ഇത്തിരി കുളങ്ങൾ നമുക്ക് യെരുശലേമിൽ മിക്കുവ എന്ന് പറയുന്ന ഈ കുളങ്ങൾ 100 കണക്കിന് കുളങ്ങൾ കാണുവാനായിട്ട് കഴിയും. പഴയ കാലത്തുണ്ടായിരുന്ന കുളങ്ങളും പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന മിക്കുവകളൊക്കെ കാണാൻ പറ്റും. അതെല്ലാം മണ്ണ് മൂടിപ്പോയതും അങ്ങനെ ഒത്തിരിയും നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മിക്കുവകൾ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അവർക്ക് ഒന്നുകിൽ ഇവരുടെ ആ സിനഗോഗിനോട് ചേർന്ന് ഒരു കുളം ഉണ്ടായിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് വെളിയിൽ പൊതുസ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴുക്ക് നീറ്റൽ ഇവർക്ക് അങ്ങനെയുള്ള ശുദ്ധീകരണ ശുശ്രൂഷകൾ നടത്തുവാനായിട്ടുള്ള സൗകര്യം കൽപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിനുവേണ്ടി സിനഗോഗുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്ന മിക്കുവകളുണ്ട്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇവരുടെ ആരാധനയുടെ ഒരു ഭാഗമാണ്. സിനഗോഗ് ഇല്ലെങ്കിലും അവർക്കെല്ലാം അവരുടെ ഇഷ്ടത്തിന് തോന്നിവാസം നടക്കുവാൻ കഴിയത്തില്ല. അവരുടെ ആ ശുദ്ധീകരണ കാലത്ത് പ്രത്യേകമായിട്ട് അവരെ ശുദ്ധി വരുത്തേണ്ടുന്നതായിട്ടുള്ള ആവശ്യമുണ്ട്. എസ്പെഷ്യലി സഹോദരിമാർക്ക് എല്ലാ മാസത്തിലും അവരെ ഈ മിക്കുവകൾ ഉപയോഗിക്കുകയും അവരെ ശുദ്ധി വരുത്തുകയും ചെയ്യണം. അതിനുശേഷമേ അവർക്ക് ആലയത്തിൽ കടക്കുവാൻ കഴിയത്തുള്ളൂ. അതിനുശേഷമേ അവർക്ക് വീട്ടിൽ കടക്കാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി സ്പെസിഫിക്കലി ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ഗാൻജൈറ്റിസ് എന്ന് പറയുന്ന ഈ പുഴയുടെ വക്കത്തുള്ള സ്ഥലം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആ ശുദ്ധീകരണ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ആ ഒഴുക്ക് നീറ്റിൽ സ്നാനം കഴിപ്പിക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ നടക്കുന്ന സ്ഥലമാണ്. ഈ പുഴവക്കത്ത് അവരെ കണ്ടു എന്ന് പറയുന്നത്. നിങ്ങൾ ആ വാക്യം ഇവനെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ കണ്ടില്ലേ, ശബത്ത് നാളിൽ ഇവിടെ കുളിക്കാനും നനയ്ക്കാനും ഒന്നും പറ്റുന്ന ദിവസമല്ല ഈ ശബത്ത് നാളെന്ന് പറയുന്നത്. കുളിക്കാം, പക്ഷെ നനയ്ക്കുകയോ പണികളോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ദിവസമല്ല. ഇവർക്ക് നടക്കാൻ തന്നെ ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്റർ, 1 മൈല. അതിൽ കൂടുതൽ അവർക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ ലോണ്ടറി നനയ്ക്കാനോ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് സ്ത്രീകളെല്ലാം കൂടെ കൂടിയിട്ട് വന്ന് നനയ്ക്കാനായിട്ട് വന്ന് കൂടിയെടുത്ത് പൗലോസിൽ നിന്ന് സുവിശേഷം പറയുമൊന്നുമല്ല. ഇത് യഹൂദന്മാരുടെ സ്നാനക്കുളമാണ്. അത് അവരുടെ മിക്കുവായാണ്. ഞാൻ നിങ്ങളെ ഒരു പടം ഒന്ന് കാണിക്കാനായിട്ട് നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കി തരുവാനായിട്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു സംഗതി ഇവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത, ഇതുകൊണ്ട് ഇവരുടെ സിനഗോഗിനോട് ബന്ധപ്പെട്ടുള്ളൊരു മിക്കുവയാണ് ഈ കാണിക്കുന്നത്. ഇത് കണ്ടില്ലയോ, മിക്വേ മെയ്ചായ മുസ്ക, ഇത് അവരുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരിതാണ്. ഇതുപോലുള്ള മിക്കുവകള് നിങ്ങൾക്ക് എല്ലാ സിനഗോഗിനോടും ബന്ധപ്പെട്ട് കാണുവാനായിട്ട് കഴിയും. കാര്യം അവരെ ഇറങ്ങി മുക്കുവാനായിട്ടും അത് തിരിഞ്ഞും പല സ്ഥലങ്ങളിലേക്കും പല ഡയറക്ഷനിലേക്കും ഒക്കെ തിരിഞ്ഞു മുങ്ങുകയും അവരെ കഴുകുകയും അവരെ നിർമ്മലീകരിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ അവരുടെ ആ ഒരു റിച്വൽസിന്റെ ഭാഗമായിട്ട് വരുന്ന. നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ. ഞാനിതെങ്ങൊന്നും കൊണ്ടുവന്നതല്ല, വിക്കിപീഡിയയാണ്. മനസ്സിലായോ? നിങ്ങൾ ആ മിക്വേ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് കഴിയും. ഇൻ ഓർത്തഡോക്സ് ജുഡായിസം these regulations are steadfastly adhered to. Consequently,
ദ മിക്വ ഈസ് സെൻട്രൽ ടു ആൻ ഓർത്തഡോക്സ് ജൂയിഷ് കമ്മ്യൂണിറ്റി. അവർക്ക് ഈ ഒരു സംഗതി ഇല്ലാതെ പറ്റത്തില്ല. അത്രയ്ക്ക് വളരെ സ്ട്രിക്റ്റ് ആണ് ഈ കാര്യം. അത് ഇവിടിപ്പം എന്താ പറയുന്നത്, സിനഗോഗുകൾ കുറവായത് കാരണം അവർക്ക് ഈ ഒരു ശുദ്ധീകരണം ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി എസ്പെഷ്യലി സഹോദരിമാർക്ക് മന്ത്ലി വൺസ് അവർക്ക് ആ ഒരു ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷമേ അവരുടെ പല കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവർ കൂടി വന്നിരിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഈ വാക്യത്തിൽ ഇവിടെ പറയുന്നത്. അതിന്റെ 16-ന്റെ 3-ാമത്തെ വാക്യം, 16-ാം അധ്യായം 3-ാം വാക്യം. സോറി, ഞാൻ ഒരു സെക്കൻഡ്. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി. എന്താ ഈ ഗോപുരത്തിന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ, ആ ഒരു സിറ്റിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും ഞങ്ങൾ വിചാരിച്ചു. പുഴവക്കത്തിരുന്നു. കണ്ടില്ലേ? അങ്ങനെ ഇരിക്കാൻ കാര്യം ഇത് പോളിന് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഒരു ശുദ്ധീകരണം നടക്കുന്നതും യഹൂദന്റെ ഒരു ശുദ്ധീകരണം നടക്കുന്ന, സ്നാനം നടക്കുന്ന കുളം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ആ ഒഴുക്ക് നീറ്റിൽ അവർക്ക് ആ ഒരു ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ ഒരു കൺവേർഷൻ, അതായത് ഒരു മറ്റുള്ളൊരു വിശ്വാസത്തിൽ നിന്ന് ഒരുത്തന്നെ യഹൂദ വിശ്വാസത്തിലേക്ക് വരിക, ജൂവിഷ് പ്രോസലൈസേഷൻ, ഒരു യഹൂദ മതാനുസാരിയായി മാറുക, അവരെല്ലാം ഈ സ്നാനപ്പെടുത്തി വേണം ഇതിലേക്ക് കയറ്റുവാനായിട്ട്. അതുകൊണ്ടാണ് ഒരു വിശ്വാസത്തിൽ നിന്ന് അവരെ ശുദ്ധീകരിച്ച് അതിൽ ഉറപ്പിക്കുന്ന ഒരു പദ്ധതി. ഇതാ യോഹന്നാൻ സ്നാപകനും ചെയ്തത്. ജോൺ ദ ബാപ്റ്റിസ്റ്റും സ്നാനം കഴിപ്പിക്കാൻ, യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിക്കാൻ കാരണം ഈ മിക്വ പോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അന്ന് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ വന്നിട്ട് തലേ കൈവെക്കാഞ്ഞത്. എന്തോ യോഹന്നാൻ സ്നാപകനെ താങ്കൾ ഈ കാണിക്കുന്നൊന്നും വന്ന് ചോദിച്ചില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്നതെന്നാ ചോദിച്ചത്. ഈ സ്നാനം ഉണ്ടെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ഒരു ചടങ്ങായത്. ഇവിടെ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്, ഞാനൊക്കെ ഇതിനെ പണ്ട് കാലങ്ങളിലായിരുന്നപ്പോ കേട്ടിട്ടുള്ളത്, എന്താ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പള്ളിയൊന്നും കാണാനപ്പോ പിന്നെ കുളിക്കടവിൽ കൂടെ ഒക്കെ കറങ്ങി നടന്നു. കുറെ സഹോദരിമാരെ അവിടെ കണ്ടു. അവർ തുണി നനയ്ക്കുകയൊക്കെ ചെയ്തതിനിടയ്ക്ക് കുശലം പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കൂട്ടത്തിൽ സുവിശേഷവും പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലാണ് ഇതിനെയൊക്കെ ക്രിസ്ത്യാനി മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അടുത്ത വാക്യം, തുയതൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ഒരു ഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഈ തുയതൈരാകാരി എന്ന് പറയുന്നത് ടർക്കിക്കാരിയാണ്. ആക്ച്വലി നമ്മള് ഇപ്പോഴത്തെ ആ ഒരു ഞാൻ ഒന്നുകൂടെ കാണിച്ചോട്ടെ. നമ്മുടെ ഇത് കണ്ടില്ലേ, ഈ തുയതൈര എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ തുയതൈര ടർക്കിയിലെ ആസിയാണ്. ഈ ടർക്കിക്കാരി ഒരു സ്ത്രീയാണ്. പുള്ളിക്കാരത്തേക്ക് ഇവിടെ ഇവിടെ ഫിലിപ്പിയയിൽ ബിസിനസ്സാ. അത് എന്തിന്റെ ബിസിനസ്സാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രക്താംബരം എന്ന് പറയുന്നത് ഈ എന്താ പറയുന്നത്, ഒരു ഭയങ്കര രക്ത കളറിലുള്ള, ഒരു റെഡ് കളറിലുള്ള ഒരു പ്രത്യേക ഫാബ്രിക്സ്, ഒരു ബ്ലഡ് റെഡ് കളറിലുള്ള ഒരു പ്രത്യേക ഫാബ്രിക്സ്. അത് റോമൻസിന്റെ ഇടയിൽ ഭയങ്കര പോപ്പുലാരിറ്റി ആ ഒരു പ്രത്യേക തുണിക്ക്. അതും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഫിലിപ്പിയ എന്ന് പറയുന്നത് ഒരു റോമിന്റെ ഒരു റിപ്ലിക്ക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിലിറ്ററി ബേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേക റോമൻ സിറ്റിയാണ്. അവരുടെ ഇടയിൽ ഒരു പ്രത്യേക ഫാബ്രിക്കാണ്. അതിന്റെ ഹോൾസെയിൽ ബിസിനസ് ആണ് ഈ ലുദിയ എന്ന് പറയുന്ന സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും യഹൂദ സ്ത്രീയാണ്. അതുകൊണ്ടാണ് അവർ ഈ സ്നാനത്തിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അവിടെ ഇരുന്ന് പോൾ അവരോട് ഈ കാര്യങ്ങളെ കുറിച്ച് പറയുക. അവിടെ സിനഗോഗിൽ പോകുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഒരു വലിയ സന്ദേശം അവരെ അവിടെ വെച്ച് അറിയിക്കുക. അങ്ങനെ ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ ലുദിയയുടെ തുയതൈരക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ഒരു ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും ഇപ്പോഴെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം നിങ്ങളുടെ ഉള്ളിലേക്ക് പതിയാൻ കാര്യം ദൈവം നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നത് കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ഉള്ളൂ. നമ്മളെ എത്രയോ പേര് കേൾക്കുന്നു, അവർക്ക് ആർക്കും ഇത് മനസ്സിലാകുന്നുമില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് എല്ലാ ആഴ്ചയിലും കറക്റ്റ് സമയം നോക്കി ഇതിന് വന്ന് കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വരുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധ ആത്മാവിനാൽ ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഈ സത്യം നിങ്ങളുടെ ഹൃദയ ഭിത്തികളിന്മേൽ എഴുതിയിരിക്കുക. അതുപോലെ ലുദിയയുടെ ഹൃദയം തുറന്നപ്പോൾ അവള് ഈ വചനം ഉൾക്കൊള്ളുവാനായിട്ടും അവളുടെ ജീവിതം അതിനു വേണ്ടിയിട്ട് വേർതിരിക്കുവാനുമായിട്ടും ഇടയായി തീർന്നു. അങ്ങനെ ലുദിയ പറയുകയാണ്, കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അത് കഴിയുമ്പോൾ അടുത്തത് എന്താന്ന് നോക്കിയേ. അടുത്ത വാക്യം, 15-ാമത്തെ വാക്യം, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സ്നാനം ഏത് സ്നാനമാണ്? ലിഡിയ അവിടെ സ്നാനമേക്കുവാനായിട്ടാണ് വന്നത്.
അവരുടെ സ്നാനവും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ആ സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പിനെന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ലിഡിയായെ അവരുടെ ആ കുളത്തിൽ ഇറക്കി സ്നാനം കഴിപ്പിച്ചിട്ടാ കൊണ്ടുപോകുന്നത് എന്നുള്ളത്? അവിടെ സ്നാനം നടക്കുക, അത് മിക്കുവയാണ്. ആ സ്നാനം കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. ആ സഹോദരിമാരെല്ലാം അവിടെ കൂടിയിരിക്കുന്ന അവരുടെ സ്നാനം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. എനിക്കത് അങ്ങനെയാണ് മനസ്സിലാകുന്ന കാര്യം. അവിടെ സ്നാനപ്പെടുത്തേണ്ട ഒരു കാര്യവും കാണുന്നില്ല. പോൾ അവിടെ സ്നാനപ്പെടുത്തിയതിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുമില്ല. ഇവിടെ സ്നാനത്തിന്റെ യാതൊരു ആവശ്യവും കാണുന്നില്ല. പോൾ ഇതിന് വളരെ ശക്തമായിട്ട് ഇതിനു മുമ്പ് മുതലേ പറഞ്ഞു വരിക, ന്യായപ്രമാണത്തിലെ ഒരു പ്രവൃത്തികൾക്ക് നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ കഴിയത്തില്ല. അതിൽ നിന്ന് യാതൊരു വിധത്തിൽ നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയത്തില്ല. ഇന്ന് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ഈ സ്നാനം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്. ഓൾറെഡി അവിടെ നടക്കുന്ന ഒരു സ്നാന ശുശ്രൂഷയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സഹോദരിമാരെല്ലാം അവിടെ കൂടിയിരിക്കുന്നത്. 16-ാമത്തെ വാക്യം, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. നമ്മുടെ സമയം തീർന്നിരിക്കുന്നതുകൊണ്ടും 5 മണി കറക്റ്റ് 7:30 ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അധികം സമയം ഇനി എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഭാഗത്ത് മുതൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ ചിന്തിക്കാം. 15-ാമത്തെ വാക്യം കൊണ്ട് നിർത്തുവാനായിട്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ചു, ഞങ്ങളെ നിർബന്ധിച്ചു. അങ്ങനെ പൗലോസിനെയും ശീലാസിനെയും ലുദിയ നിർബന്ധിക്കുകയും ലുദിയയുടെ വീട്ടിലേക്ക് അവർ കടന്നു ചെല്ലുകയും അന്ന് ഫിലിപ്പിയയിൽ ഒരു ഭവനം അവർക്ക് വേണ്ടി തുറന്നു ലഭിക്കുകയും ആ ഭവനത്തിൽ കൂടി ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സത്യസുവിശേഷം, ഓൾറെഡി ഇവിടെ ക്രിസ്ത്യാനിറ്റി ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്, അതങ്ങ് റോമിൽ വരെ ചെന്നിട്ടുണ്ട്, അവിടെയുള്ള സഭയെക്കുറിച്ച് പോൾ കേട്ടിട്ടുമുണ്ട്. എന്നാൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സത്യസുവിശേഷം പൗലോസ് അപ്പോസ്തലനോട് ദൈവം തുറന്ന സത്യമാർഗം യൂറോപ്പിൽ പരക്കുവാനായിട്ട് തുടങ്ങിയാണ്. അതിനുവേണ്ടി ഈ ഫിലിപ്പിയയിൽ വെച്ച് ഈ ലുദിയ എന്ന് പറയുന്ന സ്ത്രീയുടെ ഹൃദയം ദൈവം തുറക്കുകയും അവരുടെ വീട്ടിൽ കൈക്കൊള്ളുകയും അവളുടെ ഭവനം അതിനുവേണ്ടി തുറന്ന് ലഭിക്കുകയും ചെയ്യുകയാണ്. അവിടെ നിന്ന് ആ ഒരു കോണ്ടിനെന്റ് മുഴുവനും, ആ ഒരു ഒരു വലിയ ദേശത്തിന്റെ മുഴുവനും രക്ഷ ആയി തീരുവാൻ ദൈവം ലുദിയയുടെ ഭവനത്തിൽ കൂടി അതിനുശേഷം ഫിലിപ്പിയയിൽ ഒരു സഭ ആരംഭിക്കുവാനും തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അവിടുന്ന് ലോകം മുഴുവനും ഈ സത്യസുവിശേഷം എത്തിച്ചേരുവാനും ഇടയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു സാധാരണക്കാരിയായ ഫിലിപ്പിയയിലെ ലുദിയയെ പോലെ നമ്മൾ ഓരോരുത്തരും ഇത് കേൾക്കുമ്പോൾ വചനത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയം കർത്താവിന്റെ സന്നിധിയിൽ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ എന്നും വിശ്വസ്തനാണ്. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.